ഓം ശതധാരമുത്സമക്ഷീയമാണം വിഭസ്സിതം പിതരം ഭക്വാനം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസേ പിപൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ബ്രഹ്മരന്ധ്രസരസേരുഹോദളേ നിത്യലഗ്നമവതാതമദ്ഭുതം കുണ്ഡലീകനകകാണ്ഡശോഭിതം ദ്വാദശാർണ സരസേരുഹം ഭജേ. ഓം നമോ നമഃ ശ്രീം ഗുരുപാദുകാഭ്യാം. ഓം ധന്യം സദ്ഗുരുനാഥാ ശരണം. ഓം ഹസ്തേന്ദ്രാനനമിന്ദുചൂഢമരുണച്ഛായം ദ്രുനേത്രം രസാദാസൃഷ്ടം പ്രേയാസപത്മകരയാ സ്വാംഗസ്ഥയാ സന്തതം ബീജാപൂരഗദാധനുസ്ത്രശിഖയുക്ചക്രാബ്ജപാശോൽപലവ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹം ദം ഭജേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. അരുണകിരണജാലൈരഞ്ജിതാശാവകാശാ വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്ത ഇതരവരകരാഢ്യാ ഭുല്ലകൽഹാര സംസ്ഥാ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ. രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങളോരൊന്നു മനസ്സിലേറി കൃഷ്ണ നിൻ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്ക് വേണ്ട. മേഘം നിന്റെ മനസ്സ് വാർന്നു പടരും കാളിന്തി നിൻ കണ്ണുനീർ. വ്യോമം നിന്റെ ഹൃദന്തം ഈറയിളകും നാദങ്ങൾ നിൻ ഗദ്ഗദം താരം താവക സ്വപ്നം. ഇന്ദുകല നിന്നേർത്തുള്ള രൂപം മഹാകാലം നിന്നുടെ വാഴ്വ്. നീലമയിലേ നീ രാധതൻ സങ്കടം. ധന്യ സദ്ഗുരുനാഥാ ശരണം. ഒന്ന് ഗുരുവായൂരപ്പാ ശരണം. രാധികാ ജീവനസ്മരണം. ജയ ജയ രാധേശ്യാം. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി ഉള്ളവൻ്റെ എളിയ പ്രണാമം. തൃതീയ സ്കന്ധത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. തൃതീയ സ്കന്ധം തുടങ്ങുന്നത് മഹാപുണ്യവാനായ സാക്ഷാൽ വിദുരമഹാശയൻ തൻ്റെ വീട് വിട്ടു പോകുന്നതോട് കൂടിയിട്ടാണ്. കുറച്ച് സമയമുള്ളത് കൊണ്ട് നേരിട്ട് പറയാം. അധികം നമുക്ക് വിശദീകരിക്കാനുള്ള ഇടമില്ല, എന്നാലും ഒന്ന് സംഗ്രഹിക്കണമല്ലോ. പിന്നെ ഇത്തരം വേദികളിൽ വരുമ്പം നമ്മളൊരു പ്രാർത്ഥന പോലെ ഇതിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം മുഴുവൻ അവതരിപ്പിക്കാൻ കേമത്തുണ്ടാവുക ഒന്നും സാധ്യമല്ല. ഭാഗവതം തന്നെ സത്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ, അതാണ് അതിൻ്റെ ഒരു പുണ്യം. പിന്നെ കേൾക്കാൻ പറ്റിയല്ലോ. കേൾക്കുക പറയാന്നുള്ളത് സത്യത്തിലൊരു തോന്നലാണ്. നമ്മൾ ഒരുമിച്ച് ഉറക്കെ ചിന്തിക്കുകയാണ്. ഞാൻ ഒരു മൈക്ക് വെച്ച് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ചിന്തകൾ ഒന്നായി മാറുമ്പോഴാണ് ശ്രോതാവും വക്താവും ഇല്ലാണ്ടായിട്ട് നമ്മൾ ഭാഗവത സംസ്കൃതിയിലേക്ക് വരിക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. സത്രവേദികളിലും എല്ലാ ആചാര്യന്മാരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക എന്നുള്ളതായിരുന്നു പണ്ട്. ഈ സത്യത്തിൽ ഈ മള്ളയൂരില്ലത്ത് എനിക്ക് അവകാശമുള്ളതാണ്, മറ്റുള്ളവരെ പോലെയല്ല. കാരണം എനിക്ക് എൻ്റെ ഗുരുനാഥൻ ഗുരുവായൂരപ്പദാസ സ്വാമിയാണ്. ഗുരുവായൂരപ്പ സ്വാമിയും അതുപോലെ മള്ളിയൂർ തിരുമേനിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഭാഗവതം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെയും പറയാറില്ല, ഇവിടെ പറയും. വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ അധികാരമുണ്ട്.
എതിർച്ചയാ അതിൻ്റെയൊക്കെ ചില ഇപ്പം എല്ലാവരും ഈ ഗുരുനാഥന്മാരെ അവകാശപ്പെടുന്ന കാലമായതുകൊണ്ട് പറയാൻ പേടിയാണ്. തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഭാഗവതം കിട്ടാൻ യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല. ഗുരുവായൂരപ്പസ്വാമി ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, തിരുമേനിയെ ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് വിദേശത്തുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം അയാൾ തിരുമേനി ഭാഗവതം തരുന്നതൊക്കെ അന്ന് കുറേ ഈ ചിത്രഗ്രഹണം ചെയ്ത് വെച്ചു. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ അടുത്ത സമയത്താണ് അത് അദ്ദേഹം എനിക്ക് തന്നത്. എൻ്റെ കയ്യിൽ കുറേ പഴയ ഫോട്ടോ ഉണ്ട്. ഞാനപ്പോൾ ദിവാകരേട്ടനെ കാണിച്ചത്, പരമേശ്വരനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. പഴയ കാലത്ത് ഇപ്പോൾ പരമേശ്വരേട്ടൻ്റെ കൂടെയൊക്കെ പണ്ട് അങ്ങനെ ഈ സപ്താഹത്തിന് പോവാം. അന്ന് ശീരവള്ളി കേശവൻ നമ്പൂരിപ്പാടും ഒക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മഹാപുണ്യവാന്മാരുടെ വാത്സല്യത്തിന് ശരിക്കും പാത്രീഭൂതനായിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും അവരുടെയൊക്കെ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഈ മുറ്റത്തന്നെ ഇരുന്ന് പണ്ട് ഭാഗവതം പറയണം എന്ന് പറയുമ്പോൾ മള്ളിയൂർ തിരുമേനി ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സത്രത്തിന് വരുമ്പം. അപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുക. അപ്പം എനിക്കന്ന് വൃത്ര ചതുശ്ലോകിയാണ് പറയാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പം ഞാനത് തപ്പിയും തടഞ്ഞൊക്കെ പഠിച്ചൊക്കെ വന്നു. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും നന്നായിട്ട് പഠിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അന്ന് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുമേനി അതിനകത്തൊരു തിരുത്തൊക്കെ തിരുത്തി തന്നു. അതെപ്പോഴും ഓർമ്മയാണ്. കാരണം നമ്മൾ വൃത്രനെ അസുരൻ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ നാവ് വഴങ്ങാറില്ല. അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം അതിനകത്തൊരു പ്രയോഗം ഉണ്ടല്ലോ, അഹം ഹരേ തവ പാദൈകമൗലദാസാനുദാസോ ഭവിതസ്മി ഭൂയ മനസ്മരേദാ സുപതേർഗുണാംസ്തേ ഗൃണീതവാ കർമ്മ കരോതുകായ നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ അജാതപക്ഷാ ഇവ മാതരം ഖഗാസ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത പ്രിയം പ്രിയേവ വിഷിതം വിഷന്ന മനോവരവിന്ദാക്ഷത ദൃക്ഷ്യതേ ത്വാം. ആദ്യത്തെ ഒക്കെ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണോ കുഞ്ഞിപ്പക്ഷികൾ ഈ അമ്മ പക്ഷിയെ കാണാതെ നിലവിളിക്കണതും കെട്ടുകുറ്റിയിൽ കെട്ടിയിട്ടുള്ള ആ ഗോവിനെ ആ കന്നുകുട്ടി അതിനെ കാണാണ്ട് അതിൻ്റെ പാല് കുടിക്കാൻ ഓടണമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് ഈ പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ എന്നുള്ള ഭാഗം വന്നപ്പോൾ ഞാൻ അത് വിഴുങ്ങി. കാരണം വിദേശത്തുള്ള ഭർത്താവിനെ കാണാതെ സ്വദേശത്തുള്ള ഭാര്യ കരയോ എന്നൊരു സംശയം പോലെ. അപ്പം അത് കഴിഞ്ഞപ്പോൾ തിരുമേനി വിളിച്ച് പറഞ്ഞു അതങ്ങനെയല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ ശരിക്കും കൺസിസ്റ്റൻസി ഉള്ളതല്ല അത്രേ. അത് മള്ളിയൂർ തിരുമേനി എനിക്ക് നേരിട്ട് മുഖത്തെന്ന് പറഞ്ഞു തന്നൊരു അറിവാണ്. ആദ്യത്തെ 2 ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ട് വലിയ ഗുണമില്ല അത്രേ. കാരണം എന്താ വെച്ചാൽ ഈ കുഞ്ഞിപ്പക്ഷികൾ തള്ളപ്പക്ഷിയെ കാണാതെ കാതരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ശരിക്കുള്ള ഈ കുഞ്ഞിപ്പക്ഷികൾ പിന്നെ വളർന്ന് വലുതായാൽ പിന്നെ അവ സ്വതന്ത്രമാവും. പിന്നെ ആ ആശ്രയബോധമില്ല. അതുപോലെ തന്നെയാണ് ഈ പശുക്കിടാവിൻ്റെ ഉദാഹരണം അങ്ങനെ തന്നെയാണ്. പക്ഷെ തൻ്റെ കഴുത്തിൽ താല് കെട്ടിയ ആൾ എത്ര നീചനാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആശ്രയബോധം അവസാന കാലം വരെ ഉണ്ടാവും. അത്രയും തീക്ഷ്ണമായിട്ട് വേണം ഭഗവാനോടുള്ള സമീപനം എന്ന് അദ്ദേഹം അന്ന് തിരുമേനി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഓരോന്നും ഒരു തവണ സത്രത്തിന് പ്രഭാഷണം ചെയ്തപ്പം സ്വധാമപ്രാപ്തിയൊക്കെ പറഞ്ഞ സമയത്ത് തിരുമേനി തമാശയായിട്ട് പറഞ്ഞു, ഇല്ലത്ത് വെച്ച് പറഞ്ഞു, യാദവൻ മരിച്ചു എന്ന് പറയരുത്, യാദവൻ ചത്തു എന്നേ പറയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ തിരുമേനി? അപ്പം തിരുമേനി പറഞ്ഞു അവർ തമ്മിൽ തല്ലി മൃഗങ്ങളെപ്പോലെയാണ് പോയത്, ചത്തതൊക്കെ മൃഗങ്ങളാണ്, അത്ര സൂക്ഷ്മമായിട്ട്. അപ്പം എപ്പോഴും കാണുമ്പോൾ പറയും ശ്രീധരിയെ നോക്കിയേ പറയാവൂ, ശ്രീധരി അല്ലാണ്ട് വേറെ ഒന്നും റെഫർ ചെയ്യരുതെന്ന് പറയും എപ്പോഴും കാണുമ്പോൾ. മാത്രമല്ല തിരുമേനി അവസാന കാലം വരെ ഭാഗവത പ്രഭാഷണങ്ങൾക്ക് തയ്യാറെടുത്തിരുന്നത് ശ്രീധരിയെയും തലങ്ങും വിലങ്ങും. നമ്മൾ ഈ കോളേജ് സ്റ്റുഡൻസൊക്കെ റിസർച്ചിനൊക്കെ പഠിക്കുന്ന പോലെ പഠിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു തിരുമേനി എന്നുള്ളത് പലർക്കും ധാരണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത്ര സൂക്ഷ്മഗ്രാഹിത്വമായിരുന്നു ഭാഗവതത്തിൽ, വളരെ സൂക്ഷ്മമായിട്ട്. നമ്മൾ വെറുതെ പറയണ മാതിരിയൊന്നുമല്ല. ശ്രീധരിയെ നോക്കിയേ പറയാവൂ എന്ന് നിർബന്ധമായിട്ടും എപ്പോഴും പറയും. തട്ടുകൊടുത്തേ ഭാഗവതത്തിനടുത്ത് ഇരിക്കാവൂ, ഈശ്വരപൂജ പോലെ ഇരിക്കാവൂ, ഉച്ചയ്ക്ക് ഊണൊഴിക്കാൻ പാടില്ല, ഇതൊക്കെ തിരുമേനി പാലിച്ചിരുന്നു. അപ്പം ശരിക്കും ഇവിടെ വരുമ്പോൾ ആ ഓർമ്മകളാണ്. കാരണം അനുഷ്ഠാനമുള്ള ഭാഗവതൻ എന്ന രീതിയിൽ
നമ്മൾ തിരുമേനിയെ സ്മരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അനുഷ്ഠാനം നമുക്ക് തീരെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പം ഭാഗവതാനുഷ്ഠാനം ശരിക്കും തിരുമേനിക്ക് കിട്ടിയിട്ടുള്ളത് പടപ്പ നമ്പൂതിരിയിൽ നിന്നല്ല. ശരിക്കും അത് ഇപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പരമേശ്വരനോട് സംസാരിക്കുന്നു. അപ്പോഴാണ് ശരിക്കും ശെങ്കാലിപുരം അനന്തരാമദീക്ഷിതരുടെ ഒരു സമ്പ്രദായം തിരുമേനി അഡോപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ 4 ദിക്കിൽ കൊടി അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ അങ്ങനെ പറയണം. അപ്പം ശരിക്കും പറഞ്ഞാൽ മഹാ തത്വസ്വരൂപനായിട്ട് ശരിക്കും അമ്പലപ്പുഴ വെച്ചിട്ടാണ് ഈ ഉള്ളവന് തിരുമേനിയായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഒരു വലിയ കാലഘട്ടത്തോളം ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന കാലഘട്ടത്തിൽ തിരുമേനിയായിട്ട് അങ്ങനെ സഹവസിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടം ശരിക്കും വലിയൊരു കാലഘട്ടമായിരുന്നു. അമ്പലപ്പുഴ അമ്പലത്തിൽ തിരുമേനിക്ക് ഉള്ള ഒരു സ്ഥാനം വളരെ വലുതാണ്. കാരണം അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഇന്നത്തെ പ്രഭാവം മുഴുവനും തിരുമേനിയുടെ തപസ് കൂടിക്കൊണ്ടാണെന്നുള്ളത് പലരും സ്മരിക്കാറില്ല. കാരണം ഇപ്പോഴും കർക്കിടക മാസത്തിൽ എല്ലാ സപ്താഹങ്ങളും പതിവ് തിരുമേനിയുടെ ഇവിടെ തന്നെയാണ്, മള്ളിയൂരില്ലത്തും തന്നെയാണ്. ഈ കോവിഡ് വന്ന സമയത്ത് പോലും പരമേശ്വരേട്ടൻ അകത്തിരുന്ന് വായിക്കുകയുണ്ടായി. അപ്പം അത്രത്തോളം നിഷ്ഠയോട് കൂടിയിട്ട് അമ്പലപ്പുഴയായിട്ട് പ്രത്യേക സ്നേഹമായിരുന്നു എന്ന് തോന്നുന്നു. അമ്പലപ്പുഴയിൽ തിരുമേനി സപ്താഹം കഴിഞ്ഞിട്ടൊരു പ്രത്യക്ഷ ഗണപതി ഹോമം പതിവുണ്ട്. അപ്പം അത് കാണേണ്ട തന്നെയാണത്. സപ്താഹം കഴിഞ്ഞ് പോവില്ല, പിറ്റേ ദിവസം അവിടെ താമസിച്ചിട്ട് ഒരു ഗണപതി ഹോമമുണ്ട്. ആ ഗണപതി ഹോമത്തിൽ സത്യത്തിൽ നമുക്ക് കാണാം ഈ തുമ്പികൈയൊക്കെ അങ്ങനെ ഉയർന്നു വന്നിട്ട് ആ അഗ്നിനാളത്തിലേക്ക് തിരുമേനി ഇങ്ങനെ അത് കൊടുക്കണതൊക്കെ കണ്ടാൽ നമ്മൾ രോമാഞ്ചണങ്ങി നിന്നിട്ടുണ്ട്. അമ്പലപ്പുഴ നിവാസികൾക്ക് അത് മറക്കാവതല്ല. അത്രയ്ക്ക് പ്രത്യക്ഷമായിരുന്നു ഗണപതി എന്നുള്ളത്. നേരിട്ട് കണ്ടാലിത് മനസ്സിലാവുള്ളൂ. ആ ജ്വാലയ്ക്ക് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ആ നെയ്തിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ജ്വാല തന്നെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കണ പോലെ തോന്നും നമുക്ക്. തിരുമേനി അവിടെ 7 തന്ത്രിമാർ ഗണപതി ഹോമം പിന്നീട് ക്ഷേത്രത്തിൽ പുതുമന പഴയ ദാമോദരൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമയത്ത് തിരുമേനിയും അന്ന് ഗണപതി ഹോമത്തിനുണ്ടായിരുന്നു. അങ്ങനെ അമ്പലപ്പുഴയുടെ ഓർമ്മകൾ ചെറുതല്ല. മാത്രമല്ല അവിടെ ഭാഗവതന്മാരൊക്കെ ഒരുമിച്ചായിരുന്നു. ഗുരുവായൂരപ്പ സ്വാമി ഇവിടെ എത്രയോ കാലം ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പ സ്വാമിയും തിരുമേനി അപാര സൗഹൃദമായിരുന്നു രണ്ടാളും തമ്മിൽ. അങ്ങനെയുള്ള ഭാഗവതന്മാർ ഇനി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അത്ര സൗഹൃദമുള്ള അത്രയും പണ്ട് വൈശ്രവണത്ത് തിരുമേനി ആഞ്ഞത്തെ കാണുമ്പം അങ്ങ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് സ്മരിക്കുന്നതൊരു സുഖമാണല്ലോ. കാരണം ഇവിടെ 2 മഹാഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം വിതുരനെയും ഉദ്ധവനെയും ഭാഗവതത്തിൽ അങ്ങനെ സ്മരിക്കുമ്പം ഗുരുവായൂരപ്പ സ്വാമിയും മള്ളിയൂർ തിരുമേനിയും തമ്മിൽ കണ്ടുമുട്ടണ മാതിരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അമ്പലപ്പുഴ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോണ്ടാവുന്ന ഒരു ഊഷ്മളത, ഒരപാരമായൊരു സൗഹൃദത്തിൻ്റെ ശരിക്കും സഖാ എന്ന പദത്തിന് തുല്യതാം ധ്യായതേ ജനൈഹി ഇതി സഖാ എന്ന് പറയുന്നത് പോലെ ശരിക്കും അത്രയും പരമമായിട്ടുള്ള ഒരു അസാധാരണമായ ആ ബന്ധം പഴയ കാലത്തെ ഭാഗവതന്മാരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്ന അപാരമായിരിക്കുന്ന ബന്ധം നമുക്ക് ഇനിയും പുലർത്താൻ സാധിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെൺമണി തിരുമേനിയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കതിനൊക്കെ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ മുമ്പിൽ നമുക്ക് ഭാഗവതമൊന്നും പറയാനൊന്നും സാധ്യമല്ല. കാരണം ഇന്നിപ്പോൾ ഭാഗവത രംഗത്തുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നമ്മുടെ വെൺമണി തിരുമേനി ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ എടുത്തപ്പോൾ മള്ളിയൂർ തിരുമേനി പറയും, ഗുരുനാഥന്മാരുടെ മുമ്പിൽ വന്നാൽ നമ്മൾ പറയേണ്ടത്. കാരണം തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തിക്കോളുമല്ലോ. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ മാതിരിയുള്ള ആളുകളൊക്കെ ഇവിടെ ക്ഷണിക്കാൻ പ്രത്യേകിച്ച് കേമത്തുണ്ടായിട്ടോ യോഗ്യത ഉണ്ടായിട്ടോ അല്ല. അപ്പോൾ ഭഗവാന്റെ വൈഭവം ഇത്രയ്ക്കാവാം എന്ന് ഞങ്ങളെ മാതിരിയുള്ള ആളുകൾക്ക് മനസ്സിലാവാനുള്ളൊരു സദസ്സും കൂടിയാണ്. കാരണം ഭഗവാൻ ഇതൊക്കെ സാധിക്കും, നമുക്കെന്തായാലും പറ്റില്ല. അപ്പോൾ ഭഗവാൻ എന്തും സാധിക്കും. കാരണം ധർമ്മപുത്രനെ കൊണ്ട് രാജസൂയം ചെയ്യിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാ ഈ ഏർപ്പാടെന്ന് ജനങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കവിടെ മനസ്സിലായത് എന്താ വെച്ചാൽ തൻ്റെ ഭക്തന് പറ്റാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരിയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് തിരുമേനിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ക്ഷത്താവെന്ന പേരായിട്ടുള്ള സാക്ഷാൽ നമ്മളുടെ ഈ വിതുരമഹാശയൻ തൻ്റെ വീട് വിട്ട് പോവുകയാണ്. അപ്പോൾ വിതുരമഹാശയൻ്റെ വീടിന് പറഞ്ഞിരിക്കുന്ന പേര് തന്നെ ഋദ്ധിമത്ത് എന്നാണ് ഭാഗവതത്തിൽ. കാരണം ഐശ്വര്യസമൃദ്ധമായ വീട് എന്നാണ്. കാരണം അതിനേക്കാളും സമൃദ്ധി എവിടെ ഉണ്ടാവുക? കാരണം എന്താ വെച്ചാൽ ഭഗവാൻ അന്തി ഉറങ്ങിയിട്ടുള്ള വീടാണ്. ആ പാദസ്പർശമേറ്റ വീടിനേക്കാൾ പുണ്യം എന്തിനാണ് ഉണ്ടാവുക ലോകത്ത്? അത് വിടാൻ എന്താ കാരണം? വിതുരമഹാശയൻ അങ്ങനെയുള്ള വീട് വിടണം എന്നുണ്ടെങ്കിൽ അതിന് അപാരമായിട്ടുള്ളൊരു വൈരാഗ്യം അദ്ദേഹത്തിൽ വന്നു ചേർന്നുണ്ടാവണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം എന്നല്ല,
വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് രാഗം ഉണ്ടാവുക, പ്രപഞ്ചത്തോട് രാഗം ഇല്ലാതിരിക്കുക, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഭാവം വിതുരന് എങ്ങനെയാണ് വന്ന് ചേർന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പലതവണയും വിതുര മഹാശയൻ ഹസ്തനം വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹസ്തനം വിട്ടതോടുകൂടി കൗരവ പുണ്യം ഇല്ലാണ്ടായി എന്നാ പ്രയോഗം. കാരണം വിതുര മഹാശയൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവർ കുറച്ചു കാലെങ്കിലും ജീവിച്ചിരുന്നത്. വിതുരൻ അവിടെ നിന്ന് ഇറങ്ങിയതോട് കൂടിയിട്ട് അവസാനത്തെ പുണ്യത്തിൻ്റെ തരിയും കൂടെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ പതനത്തിൻ്റെ നാളുകൾ വരികയാണ്. അപ്പം ഇതിനു മുമ്പും വിതുരൻ ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, ഇവിടുന്ന് പോവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും. അപ്പോഴൊക്കെ പല കാരണങ്ങളെ കൊണ്ട് വേണ്ടെന്നായതാണ്. അവസാനം ഇറങ്ങി പുറപ്പെട്ടു. കാരണം പണ്ടൊരു കാലത്ത് വിതുരൻ പുറപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ കുന്തിദേവിയോട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് അധർമ്മം എന്താണെന്ന് പഠിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുന്തി മാതാവ് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ വിതുരൻ പറയുന്നുണ്ട്, ഇവിടെ കണ്ടില്ലേ ഒരു സാധ്വിയായൊരു സ്ത്രീയുടെ വസ്ത്രത്തിൽ കുറേ പേര് കയറി പിടിച്ച സമയത്ത്, തലമുടിക്ക് കുത്തിപ്പിടിച്ച സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കാൻ കുറേ പേര് ഇവിടെ ഉണ്ടായെങ്കിൽ അത് ധർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അധർമ്മം എന്താന്ന് കണ്ടിട്ട് വരട്ടെ. ആലോചിച്ച് നോക്കണം. ഈ അവിടെ തടയാൻ ആരും ഉണ്ടായില്ലെങ്കിൽ അത് ധർമ്മമല്ലേ, ഇവിടുത്തെ ധർമ്മം അതല്ലേ. അപ്പം അധർമ്മം എന്താന്ന് ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം കുന്തി മാതാവ് പറയുന്നുണ്ട്, ഞാൻ തൊഴുത്തിൽ കെട്ടപ്പെട്ടൊരു പശുവാണ് ഞാൻ എന്ന് പറയുമ്പം കണ്ണുകളിൽ നിന്നും ഇങ്ങനെ കുടുകുടാന്ന് പറഞ്ഞ് ആ അമ്മയുടെ ആ കണ്ണുനീര് പുറത്തേക്ക് ചാടിയപ്പോൾ വിതുരൻ യാത്ര വേണ്ടാന്ന് വെക്കുകയാണ്. എന്നാ വേണ്ട. വീണ്ടും അവസാനം ധർമ്മത്തിന് മാത്രമേ ജയമുണ്ടാവുള്ളൂ എന്നറിഞ്ഞ നിമിഷം ചെന്നിട്ട് ഉപദേശിച്ചു, ദുര്യോധനനെ ഉപദേശിച്ചു. ദുര്യോധനെ ഉപദേശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ധനത്തെ ദുര്യോഗം ചെയ്യുന്നതുകൊണ്ടാണ് വ്യാസഭഗവാൻ ദുര്യോധനൻ എന്ന് പേര് കൊടുത്തത്. ധനം എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാത്തവനാണ് ദുര്യോധനൻ. ഉപദേശിക്കാനായിട്ട് നമുക്ക് നിയമങ്ങളുണ്ട്. എല്ലാവരെയും ചെന്ന് ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് അധികാരമുള്ളടുത്ത് മാത്രമേ ഉപദേശം പാടുള്ളൂ, അല്ലാണ്ട് അടുത്തൊന്നും പോയിട്ട് ഉപദേശിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം, അധികാരം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ അതും ഇല്ല എന്നാണ് പറയണേ. ഭർത്താവിന് ഭാര്യ ഉപദേശിക്കാം, അച്ഛന് മക്കളെയൊക്കെ ഉപദേശിക്കാം, ഗുരുനാഥന്മാർക്ക് ശിഷ്യന്മാരെയൊക്കെ ഉപദേശിക്കാം. അതല്ലാത്തവരുടെ ഒന്നും പോയിട്ട് നമ്മൾ ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഒരാൾ തീർത്തും മരണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിക്കാം. വിതുരൻ അതാണ് സ്വീകരിച്ചത്. കാരണം ദുര്യോധനൻ്റെ മരണം സംജാതമാവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ദുര്യോധന, നിൻ്റെ കയ്യിലുള്ള ആയുധജാലങ്ങളെ കൊണ്ട് നിനക്ക് പാണ്ഡവന്മാരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കാം. നിൻ്റെ ഭാഗത്ത് ധാരാളം ആളുകളുണ്ട്, ബലമുള്ളവരൊക്കെ ഉണ്ട്. കർണനുണ്ട്, സംഗ്രാമജിത്തുണ്ട്, യുയുധാനനുണ്ട്, അതുപോലെ ജയദ്രഥനുണ്ട്, ആജാനബാഹുവാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പാണ്ഡവ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. അതാരാ? ഉറങ്ങിയോ അല്ലേ? സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവേണ്ടതാണ്. കൃഷ്ണൻ അല്ലേ? ആ ദ്വാരകാനാഥനായ കൃഷ്ണൻ പാണ്ഡവ കുട്ടികളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നീ വിചാരിക്കരുത് ജയം നിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളത്. പക്ഷേ വിനാശകാലേ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവാൻ പ്രയാസമാണ്. അപ്പം എന്തുണ്ടായി? അപ്പോൾ അതാണ് ഭാഗവതത്തിലെ പ്രയോഗം. സത്യുത്ബലകർണപാണൈ ഭ്രാതു പുരോമർമ്മസുതാഠിതോപി. മനോഹരമായ ശ്ലോകങ്ങളാണ്, ഒക്കെ ചൊല്ലണമെന്നുണ്ട്. പക്ഷേ സമയം നമുക്ക് കുറച്ചുള്ളൂ. എന്നാലും ചിലതൊക്കെ ചൊല്ലാതിരിക്കാൻ പറ്റില്ല. എന്തൊരു മനോഹരമായ പ്രയോഗമാണത്. സത്യുത്ബല കർണപാണൈ എന്നൊരു പ്രയോഗമുണ്ട്. ഭാഗവതത്തിന് പൊതുവെ സാമ്പ്രദായ വ്യാഖ്യാനങ്ങൾ 3 പറയുക. ഒന്ന് ശ്രീധരീയം, ശ്രീധരാചാര്യ സ്വാമികളുടെ, ഗുജറാത്തിൽ ജീവിച്ചിരുന്ന ശ്രീധരാചാര്യ സ്വാമികളുടെ ശ്രീധരീയമാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ വ്യാഖ്യാനമെങ്കിൽ, പിന്നൊരു വ്യാഖ്യാനമുള്ളത് വല്ലഭ സമ്പ്രദായത്തിലെയാണ്. വല്ലഭാചാര്യ സ്വാമികളുടെ സുബോധിനി എന്ന് പറയും ആ വ്യാഖ്യാനത്തിന്. അവൈലബിൾ ആണ്. അത് രുദ്രപ്രയാഗയിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഹിമാലയ പ്രാന്തത്തിലെ രുദ്രപ്രയാഗയിൽ വല്ലഭ സമ്പ്രദായത്തിലുണ്ടായിരുന്ന വല്ലഭാചാര്യ സ്വാമികളുടെ സുബോധിനി. പിന്നെ 3-മതൊരു പാഠമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന പാഠമാണ്. ചെറുമുക്ക് അത്യാശ്രമി എന്ന് പറഞ്ഞിട്ട് രാഘവാനന്ദ മുനിയുടെ വ്യാഖ്യാനമാണ്. കൃഷ്ണപതി അത്യാശ്രമി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഗുരുവായൂരമ്പലത്തിൽ കുറേ കാലം ഉണ്ടായിരുന്നു അദ്ദേഹം എന്നാണ്. ശരീരത്തിൽ വ്രണങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം തീരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വന്ന് കയറുന്നുണ്ട്. പിന്നെ മമ്മിയൂരമ്പലത്തിൽ ഒരു അരളിയുടെ ചോട്ടിൽ പോയി കിടന്നു എന്നാണ്. അപ്പോൾ അവിടെ ചെന്ന് കിടന്ന സമയത്ത് വില്വമംഗലം
ഒരിക്കലും തൊഴാൻ വന്നപ്പോൾ ഗുരുവായൂരപ്പൻ ഇല്ല. അപ്പം അത്യാശ്രമയുടെ ശരീരത്തെ ഭഗവാൻ തൻ്റെ മടിയിൽ വെച്ച് ലാളിക്കുന്നത് കണ്ടു. അപ്പോഴാണ് വില്വമംഗലം ഒരു അത്ഭുതം കാണുന്നത്. കാരണം മമ്മയൂർ വാതിക്കലുള്ള ഒരു അരളിമരുണ്ട്, എന്നും പോയി നോക്കിയാൽ കാണാം. ഈ അരളിയുടെ കൂർത്ത അറ്റങ്ങളോട് കൂടി താഴേക്ക് അത് വീഴുമ്പം ഇദ്ദേഹത്തിന് വേദനിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഗുരുവായൂരപ്പൻ ആ അരളിയുടെ മുകളിലേക്ക് നോക്കിയതോട് കൂടിയിട്ട് ആ അരളിയുമെന്ന് വീഴുന്ന ഒരൊറ്റ ഇലയോ പൂവോ പോലും അതിൻ്റെ താഴേക്ക് ഡയറക്റ്റായിട്ട് വീഴില്ല. എപ്പോഴും അത്യാശ്രമയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് പറയണേ. ഗുരുവായൂരപ്പൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാണ്ഡിത്യം സത്യം പറഞ്ഞാൽ ഒരു ഭാരമാണ്. ഈ ഭാരം ഒഴിവാക്കാനാണല്ലോ നമ്മൾ. കാരണം ഗുരുവായൂരപ്പ എന്നൊന്നും വിളിക്കാൻ നമുക്ക് പറ്റണില്ല. അപ്പം ആധുനിക കാലത്ത് അപാരമായ പണ്ഡിതോചിതമായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരു വിഷമവുമില്ല. നമ്മളൊരു ഹാർഡ് ഡിസ്ക് പോലെ ആവാതിരിക്കണം. ഹാർഡ് ഡിസ്കിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, അതിങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചെയ്യാം. അതല്ല നമുക്ക് വേണ്ടത്. ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം എന്ന ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആചാര്യപാദസ്വാമികൾ, ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്ര ശ്രീമതി സുന്ദരി ഭാഗവതേ പരമോ ധർമ്മോ നിരൂപ്യതേ പരമത്വഹേതു പ്രകർഷണോചിതം കൈതവം കപടം യസ്മിൻ സഹ പ്രശബ്ദേന മോക്ഷാഭി സംതിരപി നിരസ്തഃ കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യതേ. എന്താ പറഞ്ഞത്? അതായത് ഭാഗവതത്തിൽ കൈതവം വിട്ട ധർമ്മത്തെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രയോഗം എന്ന് വെച്ചാൽ പ്രശബ്ദേന മോക്ഷാഭി സംതിരപി നിരസ്തഃ. അതായത് മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം പോലും ആഗ്രഹങ്ങളുടെ പട്ടികയിലായതുകൊണ്ട് അതുപോലും ഭാഗവതം നിരാകരിക്കുകയാണ്. അതും ധർമ്മമല്ല അത്രേ. പിന്നെ എന്താണ്? കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യത. അതായത് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിവിഗതികൾ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ എപ്രകാരത്തിലാണോ ഓതപ്രോതമായിരിക്കുന്നത് അതുപോലെ സഹജമായി ഈശ്വരനോട് തോന്നുന്നത് മാത്രമാണ് ഭക്തി. അവിടെ ഒന്നുമില്ല, യാതൊന്നുമില്ല. ആ ഈശ്വര സ്വരൂപം പോലും ആ ഭക്തൻ്റെ ഹൃദയത്തിൽ എന്താ പറയുക, രണ്ടാമത് ഒരവസ്ഥ ഇല്ലാത്ത ഭാവം. ഗുരുവായൂരപ്പൻ്റെ കൃപ അതാണ് കേട്ടോ. ആ കൃപ ശരിക്കും ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ഗുരുവായൂരപ്പന് നമ്മൾ പറയില്ലേ ഭക്തദാസനാണെന്നൊക്കെ പറയും. വെറുതെ പറയണമല്ല. ഇവിടെ പുറകിലൊരു അമ്മയുടെ പടം വെച്ചിട്ടുണ്ട് അല്ലേ? അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം. കാരണം തിരുമേനിയുടെ പ്രഭാവം ആ അമ്മയുടെ പ്രഭാവം കൂടിയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അമ്മ ഇവിടെ പണ്ട് ഈ അഭിഷേകം കഴിക്കുന്ന സമയത്ത് എത്രയോ നേരം നിന്ന് വെള്ളം കോരിക്കൊടുത്തൊരു അമ്മയാണ് ആ ഭഗവാന് അഭിഷേകം കഴിക്കാനായിട്ട്. ഒരു വിശ്രമവും ഇല്ലാണ്ടേ. അപ്പം അമ്മ പണ്ട് മള്ളിയൂർ തിരുമേനി ഗംഭീരാശയനായിട്ട് ഭാഗവതത്തിൻ്റെ പ്രൗഢിയും തിരുമേനിയുടെ പ്രശസ്തിയുമൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞ കാലഘട്ടത്തിൽ ഒരിക്കലും ഗുരുവായൂർ പോയി. ഇവരൊക്കെ കൂടെ ഇവിടുന്ന് എല്ലാവരും കൂടെ ഗുരുവായൂർ പോയി. അപ്പോൾ തിരുമേനി ഇങ്ങനെ ആരെയും കണ്ടിട്ട് തൊഴാനൊന്നും കൂട്ടാക്കാത്ത ആളായതുകൊണ്ട് ക്യൂ നിന്ന് തൊഴാനൊക്കെയാണ് തീരുമാനിച്ചത്. അപ്പം അവിടെ ചെന്നപ്പം ദേവസ്വംകാരൊക്കെ കണ്ടു ഓടി വന്നു. എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ തിരുമേനിയെ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ അമ്മ ഒക്കെ സുഭദ്രാന്തർജനം പേരൊക്കെ നമുക്കറിയാം. അപ്പം അമ്മ അവിടെയൊക്കെ കൂട്ടൊക്കെ തെറ്റിപ്പോയി. അങ്ങനെ തിരുമേനിയെ കൊണ്ടുപോയി അവിടെ നിർത്തി. തിരുമേനി നല്ല വിശാലമായിട്ട് ഗംഭീരമായിട്ട് തൊഴുതു. ഗുരുവായൂരപ്പനെ കണ്ട് അങ്ങോട്ട് തൊഴുതു. കുറേ നേരമൊക്കെ കഴിഞ്ഞു. അപ്പം അമ്മയും ബാക്കിയുള്ള ഇവിടെയുള്ള ദിവാരേട്ടനൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ട്, സാധാരണ ഗ്രൂപ്പിൽപ്പെട്ടിട്ട്, അപ്പം നമ്മളൊക്കെ ഗുരുവായൂർ പോയാൽ ഒരു തള്ളും ഒരു ഉന്തുവാണല്ലോ. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുന്നതിന് മുമ്പ് നമ്മൾ പുറത്താവും. അപ്പം അതുപോലെ ഇവരൊക്കെ പുറത്തായി. അപ്പം അമ്മ ആരോടും മിണ്ടാതെ പതുക്കെ വന്ന് ആ ഒരു തൂണിൻ്റെ ഭാഗത്തിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ഇങ്ങനെ ഒരു ഇരിപ്പങ്ങടിരുന്നു. അപ്പം തിരുമേനി വന്നു. തിരുമേനി വന്നപ്പം എന്നാ പോവല്ലേ പറഞ്ഞു. പോവാ പറഞ്ഞു. പോയി. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് തിരുമേനയോട് ഒന്നും മിണ്ടിയില്ല അമ്മ. ആ യാത്രയിലൊന്നും മിണ്ടിയില്ല. ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടും ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഒന്നും മിണ്ടിയില്ല. അപ്പം തിരുമേനി ചോദിച്ചു, എന്താ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഇങ്ങനെയാണോ? സന്തോഷമായിട്ടല്ലേ നമ്മളൊക്കെ വിസ്തരിച്ച് തൊഴുതില്ലേ? അപ്പം പറഞ്ഞു, ഞങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ, ഭാഗവതമൊക്കെ വായിച്ച വലിയ ആളുകളൊക്കെ ആയി.
അവിടെ പോയി വിസ്തരിച്ചൊക്കെ തൊഴാൻ പറ്റില്ല. ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ പുറത്തായിപ്പോയി, കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പം ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഞാൻ വരില്ല പറഞ്ഞു. ഞാൻ ഇനി ഗുരുവായൂരപ്പനെ കാണാൻ വരില്ല. എന്നിട്ട് ആ അമ്മ നിശ്ചയിച്ചു ഗുരുവായൂരപ്പൻ വേണമെങ്കിൽ എന്നെ ഇവിടെ വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. തിരുമേനിയൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ അമ്മ പോയില്ല, ഗുരുവായൂർ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തന്നെ ഈ ഇല്ലത്തേക്ക് അവിടുത്തെ കൃഷ്ണവിഗ്രഹം ഒരുക്കി അവിടുത്തെ ദീപത്തോടു കൂടി ഗുരുവായൂരപ്പൻ എഴുന്നള്ളി വിടാൻ ആ കൊട്ടും ആർപ്പും കൊലവയായിട്ട് ഗുരുവായൂരപ്പൻ ഇവിടെ വന്നു. ആ അമ്മ ഓടിച്ചെന്ന് നമസ്കരിച്ചു. ഗുരുവായൂരപ്പന് വരാതിരിക്കാൻ സാധ്യമല്ല. ആ അമ്മയുടെ തപസ് അതാണ്. വന്നു, വരേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആനന്ദവതിയായിട്ടിരുന്നു. അപ്പം ഈ ശതകൃതു സപ്താഹത്തിൻ്റെ ആ സമയത്താണ്. പിറ്റേ ദിവസം രാവിലെ തിരുമേനിക്ക് പല്ല് തേക്കാനുള്ള പൊടി എടുത്തു വെച്ചു. കുളത്തിൻ്റെ കടവിൽ ചെന്ന് ആ അമ്മ ഗുരുവായൂരപ്പനെ ചേരുകയും ചെയ്തു. കഴിഞ്ഞു. അതാണ് തപസ്. അപ്പം ശരിക്കും നമ്മൾ വെറുതെ പറയല്ലത്, വെറുതെ ഉള്ളതല്ലത്, യാഥാർത്ഥ്യമാണ്. ഭക്തൻ്റെ ഹൃദയം അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാതിരിക്കാൻ സാധ്യമല്ല. കാരണം അത്രയും നിഷ്കളങ്കമായിട്ട് ആ അമ്മ അന്നവിടെ ഗുരുവായൂരപ്പൻ അത്രയും തൻ്റെ ഉണ്ണിയെപ്പോലെ കണ്ടതുകൊണ്ടാണ്. അത്രയും ഹൃദയംഗമമായ ഭക്തി ആ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. നമുക്ക് ആ ആർദ്രത നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഭാഗവതമൊക്കെ എടുത്തിട്ടും ആ ആർദ്രത ഭാഗവതത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മളൊരു ധ്രുവനോ ഒരു പ്രഹ്ലാദനോ ഒരു കുന്തിയോ കുറഞ്ഞ പക്ഷെ ഒരു ധൃതരാഷ്ട്രനെങ്കിലായാൽ മതിയായിരുന്നു. അതും ആവണില്ല. നമ്മൾ അങ്ങനെയെങ്കിലായാൽ നമ്മൾ നേരെയോ. പക്ഷെ നമ്മളിപ്പോഴും ഭഗവാൻ, ഭക്തൻ, ഭാഗവതം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലയം ഉണ്ടാവട്ടെ. ആ യോന്തപ്രവിശ്യമ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി നമ്മളിങ്ങനെ വലയാണ്. ഇതൊക്കെ ആ വലച്ചിൽ ഉള്ളിൽ ധ്രുവൻ പറഞ്ഞ സാധന, ധ്രുവൻ പുറത്തേക്ക് പറയണത് അത് നമ്മളുടേതായി മാറണം. നമ്മളുടേതായിട്ട് മാറുമ്പോഴേ ആ ലയം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ വീട് വിട്ടു പോയ വിതുരനായിട്ട് മാറുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കും, ഈ കസേരയിലിരിക്കും, നമ്മൾ ഈ മൈക്കിൻ്റെ മുമ്പിലിരിക്കും, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കും. അതല്ല ഭാഗവതത്തിൻ്റെ സംസ്കാരം, അതല്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ യാഥാർത്ഥ്യമാണെന്ന ബോധത്തിലേക്ക് വരിക ആദ്യം. അതില്ല, നമുക്കിപ്പോൾ അങ്ങനെ ഇല്ല. അതിനെന്താ വേണ്ടത് വെച്ചാൽ ഈ ഈഗോ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. നമ്മുടെ ഞാൻ എന്നുള്ളത് കത്തിത്തീരണം എന്നുള്ളതാണ്. അങ്ങനെ കത്തിത്തീർന്നവർക്ക് മാത്രമാണ് ഇത് സാധിക്കുന്നത്, അല്ലാണ്ട് പറ്റില്ല. എവിടെയാ സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഇവിടെ അതാ വിതുര മഹാശയൻ കുന്തി മാതാവിൻ്റെ അടുത്ത് ആ മാതാവ് പറയുമ്പോഴൊക്കെ പോയില്ല. പിന്നെ വേണ്ടാന്ന് വെച്ച് അവസാനം എന്താ പറഞ്ഞത്? നമ്മളതാ പറഞ്ഞത്. ശ്രീധരീയത്തിൻ്റെ വ്യാഖ്യാനം മാത്രമല്ല, കൃഷ്ണപതി എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചെറുമുക്ക് അത്യാശ്രമയ ഗുരുവായൂരപ്പൻ മാറോട് ചേർത്ത് ഹൃദയത്തിൽ ചേർത്തതായിട്ട് പറയണത്. ശങ്കാലിപുരം അനന്തരാമ ദീക്ഷിതർ ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം പ്രാരബ്ധം അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങൾ വന്നിട്ട് ഒരു കമ്പിളി പുതച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുത്തു. അവസാനം അദ്ദേഹം ആ മണ്ഡപത്തിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ രോഗം മാറാൻ വന്ന് ചോദിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തെ ആളുകൾ വന്ന് നമസ്കരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ആളുകൾ വന്ന് നമസ്കരിച്ചാൽ നമുക്ക് കേമത്താണെന്ന് പറഞ്ഞിരിക്കും. അത് അപകടമാണത്. ആ നമസ്കരിച്ച നിമിഷം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങാൻ തുടങ്ങിയെന്നാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിൽ വെച്ചിട്ട് എന്നെ നമസ്കരിക്കാൻ തക്ക മഹാഭാവിയായല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരം വിട്ടുപോയി. അദ്ദേഹം ഉപേക്ഷിച്ചു, ഗുരുവായൂർ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആളായിരുന്നു ദീക്ഷിതർ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ നമ്മൾ മഹച്ചരിതങ്ങൾ തമിഴിലൊക്കെ അങ്ങനെ ഉണ്ട്. മഹാത്മാക്കളുടെ കഥകൾ പഠിക്കും. നമുക്ക് ആ സമ്പ്രദായം കുറവാണ്.
നമ്മളങ്ങനെ മഹത്തുക്കളുടെ ചരിതം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും ഈ ഇല്ലത്തിൻ്റെ പ്രൗഢിയും തിരുമേനിയുടെ കഥയും തിരുമേനിയുടെ ജീവചരിത്രമൊക്കെ നമ്മൾ ആഴത്തിലൊന്ന് പഠിച്ചാൽ തന്നെ ഭാഗവതത്തിലൂടെ പോയ പോലെയും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഭാഗവതത്തിന് ഈ 3 വ്യാഖ്യാനങ്ങളല്ലാതെ ഹിന്ദിയിലൊരു വ്യാഖ്യാനം പ്രസിദ്ധമായിട്ടുണ്ട്, വിശ്വനാഥ ചക്രവർത്തിയുടെ സുധാസാഗർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചക്രവർത്തി അതിൽ ഒരു പ്രത്യേക കാര്യം പറയണം. അത് പറയാൻ അങ്ങനെ ചുറ്റി വളഞ്ഞു പോയത്. അത് സാധാരണഗതിയിൽ നമ്മൾ ഈ ശ്ലോകത്തിന് അർത്ഥം പറയുക എങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മൾ പറയണം എങ്ങനെയാ വെച്ചാൽ, ദുര്യോധനൻ വിതുരമഹാശയൻ്റെ കർണപുടങ്ങളെ ക്രൂരമായിരിക്കുന്ന വാഗസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നാണ് പറയുക പൊതുവെ. വിശ്വനാഥ ചക്രവർത്തി അവിടെ പറഞ്ഞേക്കണം എങ്ങനെയാ വെച്ചാൽ, സ ഇത്യുദ്ബല കർണപാണൈഹി എന്നുള്ളതിന് അദ്ദേഹം വേറൊരു തരത്തിൽ അർത്ഥം എടുത്തിട്ടുണ്ട്. ദുര്യോധനനും കർണനും ചേർന്നിട്ട് ആക്രമിച്ചു എന്നൊരർത്ഥം ജീവസ്ഥാനങ്ങൾ. കാരണം എന്താ വെച്ചാൽ ദുര്യോധനൻ പറയണതൊക്കെ ഏറ്റുപിടിക്കുന്ന സ്വഭാവം ആർക്കുണ്ട്? കർണനുണ്ട്. അതവിടെ ചേരുന്നൊരു വ്യാഖ്യാനം. അത് മഹാത്മാക്കളുടെ ചിന്തകളാണ് ഇതെല്ലാം. കാരണം ദുര്യോധനൻ എന്ത് ചെയ്താലും കർണനും ചെയ്യും അതുപോലെ തന്നെ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇവർ രണ്ടാളും കൂടെ വിതുരമഹാശയനെ അവിടെ നാട്ടി പുറത്താക്കുകയാണ്. കാരണം ചോറ് ഞങ്ങളാണ് തന്നതെങ്കിലും കൂറ് മുഴുവനും പാണ്ഡവന്മാരോടായിരുന്നു അല്ലേ, ഇത്ര കാലം ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയല്ലേ എന്ന് പറയുകയാണ്. ഇങ്ങനെയൊന്നല്ല കേട്ടോ, മോശ പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കണില്ല, അതിൻ്റെ ആവശ്യമില്ല. വിതുരമഹാശയന് സത്യത്തിൽ സന്തോഷമായി. കാരണം അദ്ദേഹം കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഭീഷ്മപിതാമഹൻ ഒരു ദിക്കിൽ പറഞ്ഞ പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഭീഷ്മപിതാമഹൻ ശരശയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ പാണ്ഡവ കുട്ടികളുമായിട്ട് കൃഷ്ണൻ രാത്രിക്ക് രാമായണം വന്നിട്ട് ധർമ്മശാസ്ത്രം അഭ്യസിക്കുന്നുണ്ട്. കാരണം ഇനി ഭരിക്കാനുള്ളത് ഇവരാണ്, ഇനി ഭരിക്കാനുള്ളത് പാണ്ഡവന്മാരാണ്. അപ്പോൾ ധർമ്മം എന്താണെന്ന് അറിയണം. ധർമ്മത്തിൻ്റെ എൻസൈക്ലോപീഡിയയാണ് സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ. അപ്പോൾ ഓരോ ധർമ്മങ്ങൾ രാത്രിയിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം, ഒരു രാഷ്ട്രം ധർമ്മസമ്പന്നമാകുന്നത് എപ്പോൾ? നല്ല ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഭീഷ്മൻ ഒരു മറുപടി പറഞ്ഞു അതിന്. ഭീഷ്മൻ എന്താ മറുപടി പറഞ്ഞു വെച്ചാൽ, ഒരു രാജ്യം ധർമ്മസമ്പന്നമാണത് എപ്പോഴാണെന്ന് വെച്ചാൽ, നവോഢയും യൗവനയുക്തയും പതിവ്രതയുമായൊരു സ്ത്രീരത്നം, ഒരമ്മ, ഒരു രാജ്യത്തിൻ്റെ തുറസായ സ്ഥലങ്ങളിൽ എവിടെങ്കിലും ഒരാൾ പോലും തുണയില്ലാതെ ഒരു രാത്രി മുഴുവനും കഴിക്കേണ്ടി വന്നാൽ ആ പ്രഭാതം പൊട്ടിവിടരുന്നത് ആ അമ്മയുടെ ശരീരത്തിനോ മാനത്തിനോ അഭിമാനത്തിനോ ചിന്തകൾക്കോ ഒരു പോറൽ പോലും ഏൽക്കാതെയാണെങ്കിൽ ആ രാജ്യം ധർമ്മസമ്പന്നമാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഭാരതീയ സംസ്കാരം എത്ര കേമാണെന്ന്. നമ്മുടെ അവസ്ഥ എന്താണെന്നും കൂടെ ഇടയ്ക്കൊന്ന് ആലോചിക്കണത് നല്ലതാണ്. ഒരുപാട് ആലോചിക്കണ്ട, തിരിച്ചു പോരാ. ആവശ്യമില്ലാത്ത ചിന്ത, വെറുതെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ദ്രൗപദി കൈകൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, അങ്ങയുടെ പ്രഭാഷണമൊക്കെ നന്നായിട്ടുണ്ട്. കുറേ കാലം മുമ്പ് എവിടെയായിരുന്നു അവിടുത്തെ ധർമ്മബോധം? കാരണം അവിടുത്തെ കുറേ കുട്ടികൾ എൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചപ്പം അങ്ങ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് പിതാമഹർ പറഞ്ഞത്, കുട്ടി അതിന് കാര്യമുണ്ട്. അന്ന് കൗരവന്മാരുടെ കൂടെ കൂടി അവരുടെ സംസർഗ ഗുണം കൊണ്ട് എൻ്റെ ബോധവും അവർ തന്ന ഭക്ഷണം കൊണ്ട് എൻ്റെ രക്തവും ദുഷിച്ചു. ഇപ്പം പാർത്ഥൻ്റെ അമ്പുകൾ കൊണ്ടുതാ അതൊക്കെ വാർന്നൊഴുകി. ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ഈ കൗരവന്മാർ കുരു ഇന്ദ്രിയാണെന്നാണ് പറയുക. ആ വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഭാഗവതത്തിന് 3 തരം ഭാഷകളുള്ളത്. ഒന്ന് ലൗകിക ഭാഷ, രണ്ടാമത്തത് പരമത ഭാഷ, മൂന്നാമത്തത് സമാധി ഭാഷ. ലൗകിക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ കഥ നമ്മൾ പറയുക. പരമത ഭാഷ എന്ന് പറഞ്ഞാൽ ഔപനിഷദികമായ ഭാഷയാണ്. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ധീ സമമാവുക, പ്രപഞ്ചത്തോട് നമ്മൾ ചേരുകയാണ്. പിന്നെ 2, 1 അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ശരിക്കും അതിന് പരമാദ്വയവാദം എന്നാണ് പറയുക, അദ്വൈതം എന്നല്ല. ശിവാദ്വൈതവാദം, പരമാദ്വയവാദം എന്നാണ് പറയുക. കാരണം അവിടെ യാതൊന്നും അവശേഷിക്കണില്ല, ഒന്നും അവശേഷിക്കണില്ല. അങ്ങനത്തെ വാദമാണ് അത്, പരമാദ്വയവാദം എന്നാണ് അതിന് പറയുക. അപ്പം അങ്ങനെയുള്ള പരമാദ്വയവാദം എന്ന് പറയുന്ന പ്രഭാവത്തിൽ നമ്മൾ കാണുന്ന സമയത്താണ് ഈ അർത്ഥം എന്താണെന്ന് ബോധിക്കുക നമ്മൾ. അതാണ് സമാധി ഭാഷ എന്ന് പറയുക. അപ്പം ഇവിടെ എങ്ങനെ നമ്മൾ അർത്ഥം എടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതായത് വിതുരമഹാശയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. എവിടെ നിന്നാണ് പുറത്തേക്ക് പോയത്? ദുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുര ഇല്ലാത്ത അവസ്ഥ. ഭാഗവതം നമ്മളെ തൃതീയത്തിൽ വരാഹാവതാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക പതുക്കെ, അത് മറക്കരുത്. അപ്പോൾ വരാഹാവതാരം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരാവണം? വിതുരനാവണം.
കാരണം വിദുരമൈത്രേയ സംവാദത്തിലാണ് അത് ആ കഥ വരിക. അപ്പോൾ വിദുരനാവണമെങ്കിൽ എന്ത് വേണം? വി എന്ന് പറഞ്ഞാൽ നണ്ണാണ്, ഇല്ല, ദുര ഇല്ലാത്തവൻ. കൗരവന്മാരുടെ പേരൊക്കെ നോക്കിയേ: ദുര്യോധനൻ, ദുർദർശൻ, ദുശ്ശള, ദുർമദൻ. എല്ലാത്തിൻ്റെ ആദ്യം ഏതാണ്? ശരിക്കും നമ്മുടെ പേരിൻ്റെ കൂടെ അത് വേണ്ടതാ, സ്വഭാവം അനുസരിച്ച് അല്ലേ. ശ്യാമള എന്നാണ് പേരെങ്കിൽ ശരിക്കുള്ള പേരെന്താ? ദുശ്യാമള. അല്ല, രാഘവനാണെങ്കിൽ ദുരാഘവൻ എന്നൊക്കെ വിളിക്കേണ്ടതാ. അപ്പോൾ ദുര ഇല്ലാത്ത ആളാണ് ആര്? വിദുരൻ. അപ്പോൾ ആ വിദുരൻ വീട് വിട്ട് പോവുകയാണ്. കാരണം കൗരവന്മാരുടെ കൂടെ കൂടിയിട്ട് ഇനി അവരുടെ ഭാഷ കൊണ്ടും അവരുടെ ഈ പറയുന്ന ഭക്ഷണം കൊണ്ടും ദുഷിക്കാൻ വയ്യ. ഇത് രണ്ടും ഇന്നത്തെ കാലത്തിന് മനസ്സിലാവുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ നല്ലോണം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഭാഷ ദയവ് ചെയ്ത് ഭാഗവതന്മാർക്കൊക്കെ നമ്മൾ സത്യത്തിൽ ഭാഗവതന്മാരാണ് ഭാഷ നേരെയാക്കേണ്ടത് ആദ്യം. പണ്ടത്തെ ഭാഗവതന്മാരൊക്കെ സംസാരിക്കുന്നത് ആർക്കും ഒരു മനസ്സിന് വിഷമല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുക. നമ്മളങ്ങനെയാണോ? ശരിക്കും ഇന്നൊട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഇവിടെ വന്നിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഇനി ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തോളൂ. കാരണം ഈ വായിൽ നിന്ന് പോയ വാക്ക് കുഴപ്പത്തിൽ കലാശിക്കുക അല്ലേ? അങ്ങനെയാണ്. വായിൽ നിന്ന് പോയ വാക്കും കവണയിൽ നിന്ന് പോയ കല്ലും പിന്നെ ഒന്നും കൂടി ഉണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഒന്നും കൂടി ഉണ്ട്, മൊബൈലിൽ നിന്ന് പോയ SMS-ഉം. ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഞാൻ തമാശ പറഞ്ഞാൽ അത് വലിയ പ്രൂഫാണ്. വലിയ സൈബർ ക്രൈമൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയാണ്. നമ്മൾ അതും കൂടെ കൂട്ടി വായിക്കണം. അപ്പോൾ വാക്കും അത്ഭുതകരമായൊരു ശക്തിയാണ്. അതിനെ നമ്മൾ വെറുതെ അങ്ങനെ പറയാൻ പാടില്ല. ഹനുമാന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകരണം തന്നെ രാമായണത്തിലുണ്ട്. 7 വ്യാകരണം സൂര്യനിൽ നിന്ന് പഠിച്ച ആളാണ് ഹനുമാൻ സ്വാമി. അദ്ദേഹത്തിന് തുല്യമായിട്ടൊരു വാഗ്മി പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അടയാളവാക്യം ഹനുമാൻ സ്വാമിയെ തന്നെ ഏൽപ്പിച്ചത്. ഹനുമാന്റെ ഭാഷ ഗവേഷണാത്മകമായൊരു വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണത്. ഹനുമാൻ സംസാരിക്കുന്ന നോക്കിക്കോളൂ, അങ്ങനെയൊന്നും സംസാരിക്കില്ല അദ്ദേഹം. രാമഭക്തനായിട്ടുള്ള അദ്ദേഹം അളന്ന് മുറിച്ച് മാത്രമാണ് പറയുക. പറയേണ്ടത് പോലെ മാത്രം, അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ ഭാഷ പ്രധാനമാണ്. വിദുരൻ പഠിപ്പിക്കുകയാണ്. അത് വിദുരൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. ഉദ്ധവനോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമത് എന്താ പറഞ്ഞത്? കൗരവന്മാർ തന്ന ഭക്ഷണം കഴിച്ച് എൻ്റെ രക്തം ദുഷിച്ചു എന്നാണ്. നമ്മുടെ അവസ്ഥയാണ്. കൈവശം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ കഴിക്കപ്പെടുന്ന ഭക്ഷണമാണ്. വാരി വലിച്ച് കഴിക്കാതിരിക്കുക. അത് ഭാഗവതം നൽകുന്നൊരു പാഠം കൂടിയാണ്. തിരുമേനി എങ്ങനെയായിരുന്നു? ഇപ്പോൾ പരമേശ്വരനോട് സംസാരിക്കുകയായിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. ഭാഗവതം വായിക്കുന്ന ആൾ ഉച്ചയ്ക്ക് അല്ല ഊണ് കഴിക്കാൻ പാടില്ല എന്നുള്ള നിഷ്ഠ അവസാന കാലം വരെ തിരുമേനി പാലിച്ചിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് വിലങ്ങി പിടിക്കും, ഉറക്കവും വരും. നിസാരമായിട്ട് ചിന്തിക്കാം. പക്ഷെ പഴയ കാലത്തെ ആളുകൾ ഭാഗവതന്മാർ ഇതൊക്കെ ചെയ്തിരുന്നു. അവരതിനെ, കാരണം എനിക്ക് ഓർമ്മയുണ്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ ഈ ഇടിവെട്ടി മഴ പെയ്യുന്ന കർക്കിടകത്തിൻ്റെ ആ പ്രഭാവത്തിൽ ഞാനിപ്പോഴും ഒരു സാൽവദോർ ഡാലി ചിത്രം പോലെ എൻ്റെ മനസ്സിലതുണ്ട്. ആ തിരുമേനി കുളിച്ചുകൊണ്ട് വന്നിട്ട് ആ കോരിച്ചൊരിയുന്ന മഴയത്തിലും സൂര്യ നമസ്കാരം ചെയ്യുന്നൊരു ചിത്രമുണ്ട്. അവസാനം ഈ ചില ദിവസങ്ങളിലൊക്കെ ഈ തിരുമേനി ഈ സൂര്യ നമസ്കാരം ചെയ്ത് കഴിയുമ്പം, സൂര്യ നമസ്കാരം മാത്രമല്ല 108 എത്തുണ്ട്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. 108 എത്തിടും, നിന്നുകൊണ്ടാ ചെയ്യുക. അവസാനം ഉദയസൂര്യനെ പോലെ ആ മുഖം അങ്ങനെ ചുവന്നു വരും. നമ്മളിത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഇത് ആരാണ്? ഇത് മറ്റേ മുചുകുന്ദൻ ചോദിച്ച പോലെ അങ്ങ് ഇന്ദ്രനാണോ ചന്ദ്രനാണോ മനസ്സിലാവണില്ലല്ലോ. അങ്ങയുടെ പ്രകാശം കൊണ്ട് അങ്ങയെ തന്നെ കാണാൻ പറ്റില്ലയോ എന്ന് മുചുകുന്ദൻ പറഞ്ഞ മാതിരിയാവും. നമ്മളിങ്ങനെ സ്തംഭിച്ചു നിൽക്കും. തിരുമേനി പലതവണ കുളിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം തിരുമേനിയുടെ ബ്രാഹ്മണ്യം ആരെയും ഉപദ്രവിക്കാത്ത ബ്രാഹ്മണ്യമായിരുന്നു. കാരണം ശുദ്ധാശുദ്ധം വളരെ നിഷ്കർഷയായിരുന്നു. പക്ഷേ അമ്പലപ്പുഴയിൽ പലപ്പോഴും കണ്ടിട്ട് കുളിച്ച് വരും, ആരെങ്കിലും ഒരാൾ വന്ന് നമസ്കരിക്കും, വീണ്ടും പോയി കുളിക്കും. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ആരോടും വിഷമമില്ല, ഒരാളോടും വിഷമമില്ല. അങ്ങനെയായിരുന്നു ചര്യകൾ. ശരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ തിരുമേനിയെ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ ഓർമ്മകളിലേക്ക് പോയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നും. നമ്മൾ ആ അനുഷ്ഠാനത്തിൻ്റെ ബലം അതാണ് ഈ കാണുന്ന ഭക്തിയുടെ ഈ ചക്രവാളങ്ങളും ഈ ഇല്ലത്ത് ഇവിടെ കാണുന്ന നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ഇവിടെ വന്നു പറ്റിയിരിക്കുന്ന ഭഗവത് പാദാരവിന്ദങ്ങളിൽ പറ്റാൻ ശ്രമിക്കുന്ന ഈ പൊടികളായ നമ്മളൊക്കെ തിരുമേനിയുടെ പ്രഭാവത്തിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതാ സാമ്രാജ്യത്തിൻ്റെ പ്രഭാവമാണ്. അപ്പോൾ അതാ വിദുര മഹാശയൻ ഇതൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകണം. 36 വർഷക്കാലം അദ്ദേഹം പുറത്തേക്ക് പോയി. അസ്ത്രകഷ്ണമോ ഒരു വസ്ത്രമോ എടുക്കാണ്ട പുറത്തേക്ക് പോയത്. കാരണം ഭജനീയം സംഭ്രജനീയം മനസംഭൃക്തോ ഇത് വാനപ്രസ്ഥ എന്ന് പാണിനി പറയണ മാതിരി
അദ്ദേഹം 36 കൊല്ലക്കാലം അദ്ദേഹം വാനപ്രസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, വായിലൊരു തടി കടിക്കപ്പെട്ടവനായിട്ട് കാണുന്നുണ്ട് വിതുരനെ. ഹേ ഭാരതോത്തമ, വിതുര മഹാശയൻ കാട്ടിൽ അലയുന്നത് കാണുന്നുണ്ട്. അറിഞ്ഞു പലരിൽ നിന്നും വലിയ യുദ്ധമുണ്ടായതും തൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൽ മരിക്കുന്നതൊക്കെ അറിയുന്നുണ്ട്. അവസാനം അദ്ദേഹം 36 വർഷങ്ങൾക്ക് ശേഷം യമുനാ തീരത്തിലൂടെ വരുന്ന സമയത്ത് ആരെ കണ്ടു? മഹാഭക്തനായിരിക്കുന്ന ഉദ്ധവനെ കണ്ടു. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. എത്രയോ വർഷങ്ങളായി പിരിഞ്ഞു പോയിട്ട്. മഹാഭക്തന്മാർ തമ്മിലുള്ള കാഴ്ച ആരെ കൊണ്ടാ വർണ്ണിക്കാൻ പറ്റുക? അത് ഭാഗവതം പറയുന്നുണ്ട്. സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം. എന്തൊരു പ്രയോഗമാണ്! പ്രണയേന എന്ന് പറഞ്ഞാൽ പ്രകർഷേണുള്ള നയം എന്നാണ്. ആ മഹാഭക്തന്മാർ പരസ്പരം ആലിംഗനം ചെയ്തു. ഒന്നും ചോദിച്ചില്ല കേട്ടോ, ഒന്നും പറഞ്ഞില്ല. ഉദ്ധവന് സുഖാണോ എന്ന് വിതുരൻ ചോദിച്ചില്ല. വിതുരന് സുഖാണോ എന്ന് ഉദ്ധവനും പറഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞപ്പം ആ വിതുരൻ ഉദ്ധവനോട് ചോദിക്കണം, എന്താ വെച്ചാൽ കൃഷ്ണന് സുഖാണോ എന്നാ, ഭഗവാന് സുഖാണോ? അവരവരുടെ കാര്യമൊന്നുമില്ല, ഭക്തന്മാർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചിലതൊക്കെ ചോദിച്ചു, ആ യുദ്ധം ഉണ്ടായ കാര്യമൊക്കെ ചോദിച്ചു. പലതും ചോദിച്ചിട്ട് വിതുരൻ തന്നെ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയണമെന്ന് താല്പര്യമൊന്നുമില്ല. കാരണം 36 കൊല്ലമായില്ലേ, അതൊക്കെ വിട്ടിട്ട്. പക്ഷേ ഭഗവാന്റെ വൃത്താന്തം മാത്രം ചോദിച്ചു. പക്ഷെ മഹാഭക്തനായിരിക്കുന്ന ഉദ്ധവൻ എന്ത് ചെയ്തു? ഉദ്ധവൻ പോണത് എങ്ങടയ്ക്കാ? ബദരിയിലേക്ക് പോവാണ് ഭഗവാന്റെ പാതുകയായിട്ട്. മഹാത്മാക്കൾ നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ മനസ്സിന് വിഷമുണ്ടാക്കുന്നൊരു അക്ഷരം അവർ പറയില്ലേ പറഞ്ഞില്ലേ. ഉദ്ധവൻ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയ കാര്യം മാത്രം പറഞ്ഞില്ല. കാരണം ആരെക്കൊണ്ടാ പറയാൻ പറ്റുക? ഇവിടെ നീലനിലാവായി ഒരു നീലാംബരം പോലെ നിന്ന കൃഷ്ണൻ, നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ ഉണ്ണി, പാണ്ഡവന്മാരുടെ രക്ഷകനായിരുന്ന ധർമ്മത്തിൻ്റെ പടവാളോങ്ങി പ്രപഞ്ചത്തെ സംരക്ഷിച്ച കൃഷ്ണൻ സ്വധാമത്തെ പ്രാപിച്ചു എന്ന് ഏതൊരു ഭക്തനാ പറയാൻ ധൈര്യം ഉണ്ടാവുക? പറഞ്ഞില്ല. അത് വിതുരൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുമെന്നറിയാം, കൊണ്ട് പറയാതെ പോയി. പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുണ്ട് ഭഗവാൻ. അത് മൈത്രേയ മഹർഷി കേട്ടിട്ടുണ്ട്. അങ്ങ് അവിടേക്ക് ചെന്നാൽ ആ കാര്യങ്ങളൊക്കെ അങ്ങക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമഭക്തനായിരിക്കുന്ന ഉദ്ധവൻ ഭഗവാന്റെ പാതുകകളും കൊണ്ട് യാത്രയാവുകയാണ്. അപ്പം ഭഗവാന്റെ പാതുക ആ വിതുരനെ ഒന്ന് കാണിക്കുന്നുണ്ട്. വിതുരൻ്റെ ഹൃദയം പുറകോട്ട് പാഞ്ഞിട്ടുണ്ടാവും. കാരണം ആ പാതുക എത്ര കാലം ഞാൻ ലാളിച്ച പാതുകയാണ്. ഹസ്തനത്തിൽ വരുന്ന സമയത്തൊക്കെ ഭഗവാൻ ആ പാതുക വിതുരൻ്റെ ഗൃഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ അഴിച്ചു വയ്ക്കും. ആ പാതുക പലപ്പോഴും വിതുര മഹാശയനെടുത്ത് തുടയ്ക്കാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഭഗവാൻ വന്നിട്ട് വിതുര മഹാശയനോട് പറയും, ഞാൻ നടന്നൊക്കെ കുറച്ച് ക്ഷീണിച്ചാട്ടോ വന്നതെന്ന് പറയുമ്പം ആ ഭഗവത് ഭക്തൻ ആ ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ മടിയിലെടുത്ത് വെച്ച് അങ്ങനെ പരിലാളിക്കുന്ന ഓർമ്മകൾ, ആ സ്മൃതിപഥങ്ങൾ വിതുരൻ്റെ ഉള്ളിൽ നിറഞ്ഞു. കാരണം ഭഗവാന് ക്ഷീണം ഉണ്ടായിട്ടൊന്നും അല്ലത്. തൻ്റെ ഭക്തന് ആ പാദങ്ങളൊന്ന് തടവാനുള്ള ഒരു അവസരം ഉണ്ടായുമ്പം അത് ഗുരുവായൂരപ്പൻ വേണ്ടാന്ന് വെക്കില്ല. അങ്ങനെയപ്പം നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ കേമത്തുണ്ടായിട്ട് യോഗ്യത ഉണ്ടായിട്ടാണ് ഒന്നുമല്ല. ഇത് കേൾക്കാനായിട്ടൊരു അവസരം ഉണ്ടാവുക, പറയാൻ അവസരം ഉണ്ടാകുമ്പോൾ ആ ഭഗവത് പാദങ്ങൾ ഇങ്ങനെ തഴുകി തലോടുന്ന ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അത്ര കൃപയാണ് ഗുരുവായൂരപ്പൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ, നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കാത്ത കൃപയാണ്. അത്രയധികമാണ്. അത് നമ്മളത് അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഞ്ജുളയുടെ കഥയൊക്കെ നമ്മൾ വെറുതെ കേട്ട് പോരുന്നുണ്ടോ? കാരണം ആ ഒരു മാലയല്ല മഞ്ജുളയുടെ ഹൃദയമാണത്. കാരണം വൈകിപ്പോയി എന്നുള്ളതല്ല, എനിക്ക് ആ മാല ഗുരുവായൂരപ്പനിട്ടേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് അവൾ പറയണ. അപ്പോൾ വിളക്കെടുക്കുന്നവരൊക്കെ കളിയാക്കുന്നുണ്ട്, മഞ്ജുള അവിടെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ, ഇപ്പം നിൻ്റെ മാല ഇല്ലാണ്ട് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പൂന്താനം പറഞ്ഞത്, നല്ല ചോട്ടിലൊരു കല്ലുണ്ട്, അത് ഗുരുവായൂരപ്പനാന്ന് വിചാരിച്ചിട്ടോളാൻ പറഞ്ഞു. അത് നമ്മളായിരുന്നെങ്കിൽ ആ മാല ബിംബത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ, മഞ്ജുളയ്ക്ക് ഉറപ്പുണ്ട് അത് ഗുരുവായൂരപ്പനാണ്, നമുക്ക് ഉറപ്പില്ല. ആ മാല അവളവിടെ ചാർത്തിയിട്ട് കരഞ്ഞും കൊണ്ടാണ് പോയത്.
എനിക്ക് ചാർത്താൻ പറ്റിയില്ലല്ലോ. നമുക്ക് ആ വിഷമം ഉണ്ടാവാറുണ്ടോ? ഗുരുവായൂരപ്പന് എന്തെങ്കിലും കൊടുക്കാൻ പോയിട്ട് നമുക്കങ്ങനെ വിഷമം ഉണ്ടാവാറില്ല. കാരണം ആ ഹൃദയത്തിൽ ഗുരുവായൂരപ്പല്ലേ. അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ടാവും, എനിക്ക് പറ്റിയില്ലല്ലോ ഗുരുവായൂരപ്പ, അവിടത്തേക്ക് ഇത് തരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആളുകൾ കാണുന്നത് എത്ര മാറ്റിയിട്ട് ഈ നിർമാല്യം മാറണില്ല. ആ മാല, മഞ്ജുളയുടെ മാല ഒരു പ്രത്യേക മാലയാണ്. ആ മാല ബിംബത്തുമെന്ന് മാറണില്ല. അവസാനം കളിയാക്കിയ വിളക്കെടുക്കാരനെ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ ആ വിളക്കൊക്കെ ഇങ്ങോട്ട് എടുപ്പിച്ചു. വരൂ കാണാം, എൻ്റെ ഭക്തയുടെ പ്രഭാവം നീ കാണ്. ഗുരുവായൂരപ്പൻ അങ്ങനത്തെ ഒരാളാട്ടോ, തൻ്റെ ഭക്തനോട് ചേർന്ന് നിൽക്കുക. അതാ ഈ കുന്തിമാതാവ് പറഞ്ഞതേ. എന്താണ്? രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങളോരോന്നു മനസ്സിലേറി കണ്ണാ നിൻ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്ക് വേണ്ട. എനിക്ക് ഈ വിഷമമൊക്കെ മാറിയാൽ ഗുരുവായൂരപ്പനെ ഞാൻ മറക്കുമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണ്ടാന്ന് കുന്തി പറയുകയാണ്. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അത്ര ഉറപ്പാണ്, അത്ര ഹൃദയംഗമം. കാരണം ഈ ഭഗവാന്റെ അമ്മയ്ക്കൊക്കെ ആ ഉറപ്പുണ്ട്. എത്രയോ കാലഘട്ടം കൽത്തുറുങ്കിൽ കടന്നില്ലേ അവർ രണ്ടാളും. എത്ര യാതനകളും വേദനകളും വൈഷമ്യങ്ങളും അനുഭവിച്ചു. കംസൻ്റെ നിഷ്ഠൂരമായ ഭരണത്തിൻ്റെ ആ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് അവസാനം ഒരു ദിവസം ദുഃഖത്തിൻ്റെ തപ്തരുദ്രാക്ഷങ്ങൾ എണ്ണി പഴന്തുണിക്കെട്ട് പോലെ ആയിരിക്കുന്ന ഭഗവാന് ജന്മം കൊടുത്ത ആ അമ്മ ഒരു ദിവസം രാവിലെ പറയുന്നുണ്ട്, ആ അച്ഛനോട് പറയുന്നുണ്ട്, അതെ എന്തോ ഒരു ആരവ് അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട് അദ്ദേഹം, കാര്യമൊന്നുമില്ല, വസ്തുതം പറയുന്നുണ്ട്, അവിടെ കിടന്നോളൂ, കാരണം അതവിടെ എന്തൊക്കെയോ നിഷ്ഠൂരതകളൊക്കെ ചെയ്യുന്ന രാജാവിൻ്റെ പ്രവൃത്തിയുടെ പരിണാമഫലമായിട്ടുള്ള ശബ്ദമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെയിൽ ചാഞ്ഞപ്പം ആ അമ്മ എവിടെയോ ആ ജയിലറയ്ക്കുള്ളിൽ ഒന്ന് മാഴുകിപ്പോയിട്ടുണ്ട്. അപ്പോഴേക്കാണ് പെട്ടെന്ന് ആരോ നടന്നു വരുന്ന പോലെ ഒരു ശബ്ദം, ഒരു കാൽപെരുമാറ്റം ആ അമ്മ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ കാൽപെരുമാറ്റം കേട്ട് പതുക്കെ ആ ശബ്ദം കൂടിക്കൂടി വരുന്ന പോലെ ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. അവസാനം ആ അരണ്ട വെളിച്ചത്തിൽ പൂവല്ലി പോലൊരു കയ്യ് ജയിലറയ്ക്ക് പുറത്തിങ്ങനെ പടർപ്പ് പോലെ കയറുകയാണ്. അപ്പോൾ അമ്മ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. കാരണം എത്രയോ മക്കളെ പ്രസവിച്ചിട്ടും ഒരിക്കൽ പോലും പാല് കൊടുക്കാനാവാത്ത തൻ്റെ മാറിടങ്ങളിൽ നിന്ന് വെൺപാൽ പൊട്ടിച്ചുരക്കവേ പെട്ടെന്ന് ആ രൂപം കാണുകയാണ്. കായാമ്പ് പോലെ കറുത്താണ് എൻ്റെ ഉണ്ണിന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അവസാനം ആ അമ്മ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ആ കയ്യിൽ പിടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, കയ്യിൽ എന്താണ്, ചോരയാണോ നിൻ്റെ കയ്യിൽ ഓമനെ? നിനക്ക് എന്ത് പേരാണ് കണ്ണാ, ഞാൻ എന്താണ് നിന്നെ വിളിക്കേണ്ടത്? അവസാനം അമ്മ പറയുന്നുണ്ട്, ഒരു നാൾ നീ ഈ വഴി വരുമെന്ന് ഈ അമ്മയ്ക്കറിയാമായിരുന്നതേ. നീ എവിടെ പോയാലും ഈ ജയിലിൽ എന്നെ തേടി വരും എന്ന് എനിക്കറിയാമായിരുന്നു. അതാണ് ഗുരുവായൂരപ്പൻ. അവരൊക്കെ ആ ആർദ്രതയാണ്. ഭഗവാന്റെ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ അതന്നെ കാണാം നമുക്ക്. കാരണം മഹാഗോസ്വാമിമാർ പറയും അങ്ങനത്തെ കഥകൾ. ഗുരുവായൂരപ്പൻ രുക്മിണി സ്വയംവരത്തിൻ്റെ സമയത്തൊക്കെ അതാ വലിയ തിരക്കാണ്, എല്ലാവരും പോയി, പെട്ടെന്നായിരുന്നല്ലോ കല്യാണമൊക്കെ, പെട്ടെന്ന് എല്ലാവരെയും ഒക്കെ വിളിച്ചു. അവസാനം ഈ നന്ദനും ശരിക്കും പറയും വസുദേവരും ദേവകിയും പറയുന്നുണ്ട്, അല്ല അവസാന ആ ഒരു ഓട്ടത്തിൽ സന്ധ്യയാകുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ മാത്രം വിളിച്ചില്ല കേട്ടോ. അപ്പോൾ ചോദിക്കും, അതാരാ അത്? അല്ല നമ്മൾ ഈ ഓട്ടത്തിൽ മറന്നുപോയില്ലേ, കൃഷ്ണനെ വളർത്തിയ രണ്ടുപേരില്ലേ അവിടെ വൃന്ദാവനത്തിൽ, ആ വൃദ്ധർ നടന്നു എന്നാണ് ഗോസ്വാമിമാർ കഥ പറയും. അങ്ങനെ നടന്ന് ആ വൃന്ദാവനത്തിൽ എത്തുന്നുണ്ട്. വൃന്ദാവനത്തിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് വിഷമാവും. കാരണം എത്രയോ കാലമായി ഭഗവാനെ പൊന്നുപോലെ ഏൽപ്പിച്ചിട്ടുള്ള ഈ കൈകളിൽ നമ്മൾ തിരിച്ചെന്താ കൊടുക്കുക? നമ്മളൊന്നും പോയില്ലല്ലോ പിന്നെ അവിടം വരെ, അവരോടൊന്നും നന്ദി പോലും പറഞ്ഞില്ലല്ലോ. അവസാനം അവിടെ ചെല്ലുമ്പം ശ്മശാനമൂകതയാണ്. കാരണം ഭഗവാനില്ലാത്ത നാളുകളുടെ അറ്റം തേടിക്കൊണ്ട് വൃദ്ധനായിട്ട് നരച്ചു പോയിരിക്കുന്ന ആ നന്ദൻ, ആ വീട് ഒരു കാലത്ത് ഉത്സവമേളായിരുന്നു. ഭഗവാൻ ഇട്ടിട്ട് പോയിരിക്കുന്ന മഞ്ഞപ്പട്ട് മാറോടമർത്തിയും ഓടക്കുടൽ ചേർത്ത് പിടിച്ചും ആ ഭഗവാൻ അങ്ങനെ കളിയാടിയ ലീലകൾ ഓർത്തും നന്ദൻ കാലം കഴിക്കുമ്പം ആ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല ഉണ്ണി പോയിട്ടുണ്ട് എന്നുള്ളത്. അവസാനം കാൽപരിമാറ്റം കണ്ടിട്ട് ഇവർ ചോദിക്കും, ആരാ ഈ സന്ധ്യയിൽ വന്നേക്കണം ചോദിക്കും. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന വരെയാണ്. അവർ അലിംഗനത്തിൽ അങ്ങനെ നിമഗ്നരാകും. അപ്പോൾ പതുക്കെ ആ ദേവകി യശോദാമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ കൃഷ്ണൻ്റെ വിവാഹം ഉണ്ടോ? അപ്പം അമ്മയുടെ ഭാവം എന്തായിരിക്കും? എത്രയോ കാലമായി തൻ്റെ മകനെ പിരിഞ്ഞു പോയിട്ട്. ആ വൃദ്ധർ ഭഗവത് കഥകൾ പറഞ്ഞ് ഈ ആർദ്രത അവരൊക്കെ സൂക്ഷിച്ചിരുന്നു. ഭഗവാന്റെ അച്ഛനാണ്, അമ്മയാണ്, അവരൊക്കെ സൂക്ഷിച്ച ആ ഭഗവത് ഭക്തി ഉണ്ടല്ലോ, ശാസ്ത്രമൊക്കെ അതിൻ്റെ പിന്നിലാണ്. നമുക്കൊക്കെ ആദ്യ ആ കാലത്ത് അബദ്ധം പറ്റും നല്ലോണം.
നമ്മൾ ഈ ശാസ്ത്രം 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 എന്ന് പറഞ്ഞാൽ നടക്കുക. പക്ഷേ കുറേ കാലം കഴിയുമ്പോഴേ മനസ്സിലാവുക ശാസ്ത്രജ്ഞാനമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഭക്തി ഉണ്ടാവില്ല. അത് ഗുരുപാദ സേവ ചെയ്ത് 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 അല്ലാണ്ട് വരില്ല. അത് അങ്ങനെ വരില്ല. അതാണ് മഹാത്മാക്കളെ സേവിക്കുക എന്ന് പറയുക. ഇവിടെ അതന്നെ സംഭവിച്ചത്. ആ മഹാഭക്തനായിരിക്കുന്ന വിദുര മഹാശയനും ഉദ്ധവനും തമ്മിൽ യഥാർത്ഥത്തിലുണ്ടായ ആ സത്സംഗം കെട്ടിപ്പുണർന്നു എന്നാണ്. അവർ ആലിംഗനത്തിൽ നിബദ്ധരായി. അവസാനം ഭഗവാന്റെ പാദങ്ങളുമായിട്ട് ഉദ്ധവൻ യാത്രയാവുകയാണ്. വിദുരൻ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് യാത്രയായി. അവിടെ ചെന്നു മൈത്രേയ മഹർഷിയോട് പറഞ്ഞു, നമസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങേ ഉപദേശിക്കാനുള്ള കൽപ്പൊന്നുമില്ല. പിന്നെ ഭഗവാൻ അത് പറഞ്ഞു, അതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പ്രപഞ്ച സൃഷ്ടി ക്രമങ്ങൾ പറഞ്ഞു തുടങ്ങുക. ശരിക്കും പറഞ്ഞാൽ വിദുര മഹാശയൻ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ സുഖം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ശരിക്കും സുഖമുണ്ടോ? മനുഷ്യർ തമ്മിൽ ശരിക്കും അങ്ങനെ ഉണ്ടോ? എന്താണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖാർജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരക്കം പാച്ചിൽ? സത്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുഖം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാനിപ്പോൾ സുഖമായിട്ടായിരിക്കണമെന്ന്? ആരും പറയില്ല. ഉണ്ടോ? അങ്ങനെ പറയില്ല. ചിലർ പറയും ഞാൻ ആ ഉദ്യോഗത്തിലിരുന്ന കാലഘട്ടത്തിൽ സുഖമായിരുന്നു, ഇനി ചില പദ്ധതികളുണ്ട് അതൊക്കെ വന്നാൽ സുഖമാവും. അപ്പോൾ സത്യത്തിൽ എന്താ അത്? ഈ സുഖം എന്ന് പറയുന്നത് അനുഭവിച്ചതിൻ്റെ ഒരു മധുരസ്മൃതിയോ അനുഭവിക്കാനിരിക്കുന്നതിൻ്റെ ഒരു ശുഭപ്രതീക്ഷയോ മാത്രമാണോ? മിഥുനൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. എങ്ങനെയാണ് ഈ മനുഷ്യന് ദുഃഖമുണ്ടാവുന്നത്? ശരിക്കും ഇത് ഒരു വലിയ പ്രകരണമാണത്. ആചാര്യപാദ സ്വാമികൾ ആത്മാനാത്മാ വിവേക പ്രകരണത്തിൽ ഇതേ ചോദിക്കണേ. അതുകൊണ്ടാണ് ഭാഗവതം ആദ്യം പറഞ്ഞു വെച്ചത്. അവസാനം ദ്വാദശത്തിൽ പറയുന്നുണ്ടല്ലോ, സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതസ്യ ന അന്യത്രസ്യാദൃതി ക്വചിത്. ഭാഗവതം സർവവേദാന്തസാരം തന്നെ എന്നതുകൊണ്ടാണ് പറയുക. അപ്പോൾ എന്താ പറഞ്ഞു കൊടുത്തത്? അപ്പം പറഞ്ഞു കൊടുത്തു, ഇതിന് എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ചരിത്രം, അല്ലെങ്കിൽ എന്താണ് ഈ ജീവരാശികളുടെ ചരിത്രം എന്ന് പറയണം. അപ്പോൾ ജീവന സ്വരൂപ സാക്ഷാത്കാരം കിട്ടുന്നതിനുള്ള അറിവ് അവിടുന്ന് എനിക്ക് പകർന്നു തരണം എന്ന് ഋഷിയോട് പറയുകയാണ്. അപ്പം പറഞ്ഞു, എന്താണ് നാം അറിയേണ്ടത്, ഏതൊക്കെ ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? സൃഷ്ടിക്ക് മുമ്പുള്ള ഭഗവാൻ ഏകസ്വരൂപമായിരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ഛാന്തോഗ്യത്തിനൊക്കെ പറയണ പോലെ സദൈവ സൗമ്യ ഇത അഗ്രം ഏകം ഏവാദ്വിതീയം. ഇവിടെ ഉണ്ടായിരിക്കുന്നതൊക്കെ ശരിക്കും ഇതെന്താ സംഗതി ചോദിച്ചാൽ നാസദീയ സൂക്തത്തിൻ്റെ സംഗ്രഹം തന്നെയാണിത്. വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാണ് നാസദീയ സൂക്തം. അതിൽ അവർ പറയുന്ന തന്നെ അവിടെ പറയുക, നാസദാസി നോസദാസി തദാനിം നാസിദ്രജോനോ വ്യോമാപരോയത് കിമാവരീവ കുഹകസ്യ ശർമ്മൻ അംഭക്കിമാസീത് ഗഹനം ഗഭീരം ന സത് ആസീത് ന അസത് ആസീത്. അന്ന് സത്ത് ഉണ്ടായിരുന്നില്ല, അസത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ സൃഷ്ടി ക്രമം പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ സർഗലീല, ദശലക്ഷണങ്ങൾ പറയുമ്പോൾ സർഗലീല ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ലോകത്ത് ഭിന്നസ്വരൂപമായിട്ട് യാതൊന്നുമില്ലാതിരുന്നൊരു കാലം. അപ്പോൾ മായാശക്തി ഭഗവാനിൽ ലീനമായിട്ടിരുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജ്ഞാനശക്തി ആ കാലഘട്ടത്തിൽ ജാഗ്രതായിട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മൾ കാണുന്നതൊക്കെ സത്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് പറയാൻ പറ്റില്ല ആരെക്കൊണ്ടും. കാരണം എന്താ, ജാഗ്രതത്തിൽ കാണുന്ന സമയത്ത് അത് സത്യമല്ലേ. ഇപ്പം ഇവിടെ നമ്മൾ ഇരിക്കണ്ടല്ലോ, ഇനി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. ഇനി നാളെ ആവുമ്പം ഇന്ന് ഈ ഇരുന്ന ഇരിപ്പും ഇന്നലെ രാത്രി കണ്ട സ്വപ്നം ഒരുപോലെ ആയില്ലേ? അപ്പോൾ കുടുങ്ങി. ആലോചിച്ചു, ഈ ഇരുന്ന ഇരിപ്പും ഇന്നലെ രാത്രി കണ്ട സ്വപ്നം ഒരുപോലെ ആയില്ലേ? അപ്പം അതിനർത്ഥം എന്താ? ജാഗ്രതത്തിലുള്ള സത്യത്തെ ജാഗ്രത സത്യം എന്നേ പറയാൻ പറ്റുള്ളൂ, സ്വപ്നത്തിലുള്ള സത്യത്തെ സ്വപ്ന സത്യം എന്നേ പറയാൻ പറ്റൂ. സുഷുപ്തിയിലുണ്ടോ ഞാനുണ്ടോ എന്നൊരു സംശയം തോന്നാം. സുഷുപ്തിയിലൊക്കെ ഉണ്ട് അല്ലേ? സത്രവൈദ്യയിലൊക്കെ ധാരാളം പേരൊന്ന് ഉറങ്ങുന്നതാണ്, അത് സത്യമാണത്. അവർക്കും ഒരു സത്യമുണ്ട്. അല്ല, അത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് തമാശ പറഞ്ഞാൽ തമാശയല്ല കേട്ടോ. ഈ ഉറക്കമില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ കൊണ്ട് നമ്മളിവിടെയൊക്കെ കൊണ്ടിരുത്തണം.
കാരണം എന്താ വെച്ചാൽ ഗുളികകൾ വാങ്ങി കഴിക്കുകയാണ് മനുഷ്യർ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന്. അതേസമയം ഇവിടെ ഇരുന്നാൽ എന്താ ഗുണം ചോദിച്ചാൽ ഈ ഉറക്കം മോശമല്ല. ശരിക്കും മുജുകുന്ദൻ്റെ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത, അദ്ദേഹം ഉറങ്ങാനുള്ള വരം ചോദിച്ച ആളാണ്. കാരണം കാർത്തികേയ സ്വാമി അവിടെ ചെല്ലുന്നവർ ആ പാവത്തിന് അവിടെ പിടിച്ചു വെച്ചവർ. ദേവസേനാധിപനായിട്ട് കാർത്തികേയ സ്വാമി ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട എന്താ, എനിക്ക് നല്ലോണം ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതി എന്നാണ്. നമ്മളോടും സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പനോ വള്ളിയൂർ ഗണപതിയോ വന്ന് ചോദിക്കുകയാണ് എന്താ വരം വേണ്ടെന്ന് ചോദിച്ചാൽ മാറിപ്പോരുത്, ഇതെന്നെ പറഞ്ഞോളണം. സംഗതി മനസ്സിലായി. ഇതില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യവാന്മാരാ. ഭാഗവതം കേട്ടാൽ ഉറങ്ങുന്നുള്ളത് സത്യമാണ്. കാരണം എന്താ അറിയോ, ഈ നമ്മൾ ചിലർ പറയുന്ന പരാതിയാണ്, നാമം ജപിച്ച് കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ സഹസ്രാമൊക്കെ ജപിച്ച് കഴിയുമ്പോഴേ എന്താ അറിയോ, മസ്തിഷ്കം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ബ്രെയിൻ ഷാർപ്പാവുന്നുണ്ട് ഈ ഉറങ്ങിപ്പോണേ. എൻ്റെ അമ്മയൊക്കെ പണ്ട് നാമം ജപിക്കുമ്പം കുറേ ദേവി മഹാത്മ്യമൊക്കെ പണ്ട് ജപിക്കും, പകുതിയാകുമ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കും, അമ്മ ഉറങ്ങുകയാണല്ലോ. അമ്മ പറയും ഞാൻ ധ്യാനിക്കുകയാണെന്നൊക്കെ. അമ്മ വെറുതെ എല്ലാ അമ്മമാരെ എങ്ങനെയാണ് പറയുക. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ആ ഉറക്കം യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കം പ്രവർത്തന നിരതമാവുന്നതുകൊണ്ടുണ്ടാവുന്ന ക്ഷീണമാണ്, അല്ലാത്തവർ ഉറങ്ങൊന്നുമില്ല. അപ്പം ഭക്തന്മാർ തന്നെയാണ് സത്യത്തിൽ ഭാഗ്യവാന്മാർ. അവർക്ക് ഉറങ്ങാനും പറ്റും, ഭാഗവതം കേൾക്കാനും പറ്റും. അത് ഭക്തന്മാർക്കുള്ളൊരു ഗുണം. അതാണ് പറഞ്ഞത്, എങ്ങനെയാണോ നമ്മൾ ഭഗവതിയുടെ പാദങ്ങളെ ആശ്രയിച്ചാലേ അങ്ങനെയാ. എവിടെ മോക്ഷത്തിനുള്ള ചിന്തകളുണ്ട് അവിടെ ഭോഗത്തിനുള്ള ചിന്ത കുറയും, എവിടെ ഭോഗത്തിനുള്ള ചിന്ത ഉണ്ട് അവിടെ മോക്ഷത്തിനുള്ള ചിന്ത കുറയും. പക്ഷേ ശ്രീ ത്രിപുരസുന്ദരി പാദപത്മങ്ങളെ ആശ്രയിച്ചാൽ ഭോഗശ മോക്ഷശ കരസ്ഥ ഏവ, ഭോഗവും മോക്ഷവും ഒരുപോലെയാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് പ്രകൃതി സൂചിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ ഈ പറയുന്ന ഭഗവത് സ്വരൂപം മായാശക്തി ഭഗവാനിൽ ലീനമായിരുന്നെങ്കിലും ജ്ഞാനശക്തി ജാഗ്രതായിട്ട് ആ കാലഘട്ടത്തിൽ ഇരുന്നു എന്നാണ്. അപ്പോൾ എന്താ ഗുണം, അഹങ്കാര തത്വം ആവിർഭവിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ അഹം തത്വത്തെ അവിടെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ലോകം എന്ന് പറയുന്നത് അസത്തായിട്ട്, അല്ലെങ്കിൽ അസത്വം എന്ന് പറഞ്ഞാൽ അവിടെ സത്തല്ലാത്ത എന്ന അർത്ഥം എടുത്താൽ മതി, ശൂന്യ തത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഭഗവാൻ എന്ത് ചെയ്തു, സദസദ്രൂപിയായിട്ടുള്ള, കാരണം സദസദ്രൂപി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പദത്തിൽ തന്നെ ഉണ്ട് സദസദ്രൂപിയായിരിക്കുന്ന മായാശക്തി കൊണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ മായയെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് ഒരു ചോദ്യം ഏകാദശത്തിൽ പിന്നെ ചോദിക്കേണ്ടവർ, മായ അതിജീവിക്കേണ്ട എങ്ങനെയെന്ന്. അതിനെന്താ അവർ പറഞ്ഞത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം പറയുന്നൊരു കാര്യം ഓർത്തോളണം. എന്താണ്, ഏതാവാൻ സാഖ്യയോഗാഭ്യാം സുധർമ്മ പരിനിഷ്ഠിത ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. ഈ നാരായണ സ്മൃതി ഇല്ലാതെ മായയെ അതിജീവിക്കാൻ സാധ്യമല്ല. അന്വേഷിച്ചു പോയവർ കണ്ടെത്തിയതും ഇതൊക്കെ തന്നെയാണ്. അതവർ ആദ്യം പറഞ്ഞു വെച്ചു. വദന്തി തത്വത്തവിതത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, സർവവും ഈ ജഗത്ത് മുഴുവനും നാരായണനാൽ ഓതപ്രോതമായിരിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന സ്വരൂപമാണ്. മായയുടെ പ്രഭാവം കൊണ്ട് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുകയാണ്, ഉള്ളത് ഇല്ല എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ വിതുരമൈത്രേയ സംവാദത്തിൽ ആദ്യത്തെ ഭാവം തന്നെ മായയെ വ്യാവഹാരിക സത്യത്തിൻ്റെ സാദൃശ്യമുള്ളതായി കാണിച്ചിട്ട് സൃഷ്ടിയുടെ ക്രമം വിവരിക്കാനുള്ള പദ്ധതി ചെയ്യുകയാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇത് മനസ്സിലായാൽ പിന്നെ കുറേശ്ശെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. പക്ഷെ അത് ക്രമാനുഗതമായിട്ട് പതുക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്. എന്നിട്ട് പിന്നെന്താ അവർ പറഞ്ഞത്, ഇതിൽ വ്യാവഹാരിക സത്തയെ കാണിച്ചിട്ട് പാരമാർത്ഥികമായ സത്യദർശനം എന്താണ് എന്ന് ഈ സംവാദത്തിലൂടെ പറയാൻ പോവേണ്ട. അപ്പോൾ പാരമാർത്ഥികമായ സത്യം പ്രപഞ്ചത്തിൽ എന്താണ്, അതൊന്നു മാത്രമേ ഉള്ളൂ, അത് ഈശ്വരനാണ്. അപ്പോൾ സാഖ്യം എന്തിനു വേണ്ടിയാണ് ഭാഗവതത്തിൽ പറയണമെന്ന് വെച്ചാൽ, അത് പ്രകൃതി എന്നും പുരുഷനെന്നും രണ്ടായിട്ട് പലതിനെയും കാണിച്ചിട്ട് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാനല്ല. ഇത് രണ്ടും ഒരേ വസ്തുവിൻ്റെ ഭിന്നതകളാണ്, അത് നമ്മൾ ഭിന്നമായിട്ട് കാണുന്നു, സത്യത്തിൽ അങ്ങനെ ഇല്ല എന്ന് കാണിക്കാനാണ്. ചിലരതിനെ വീണ്ടും മറിച്ചിട്ട് സേശ്വര സാഖ്യം നിരീശ്വര സാഖ്യം അങ്ങനെ ഇല്ല. ഇത് ഈശ്വര സ്വരൂപമാണ്. ഈശ്വര സ്വരൂപം ഇവിടെ കാണുന്നതെല്ലാം
അതാണ് ഉദ്ധവൻ ആദ്യം പറഞ്ഞത്. പരമാനന്ദ ചിന്മൂർത്തിൻ മധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനിജ. അവതാരം എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പുറത്തല്ല എന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണ് അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരും. താഴേക്ക് ഇറങ്ങി വന്ന എന്തും അവതാരമാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ കാണുന്ന മായ ആവട്ടെ ഈശ്വര സ്വരൂപത്തിന്റെ അംശമായിട്ട് നമ്മൾ കാണുന്ന കല്ലും മണ്ണും ചരാചരങ്ങളും മൃഗങ്ങളും സസ്യങ്ങളും ഔഷധികളും എല്ലാം ഈ മായയിൽ പെട്ടിട്ടുള്ള സത്തകൾ മാത്രമാണ്. അപ്പോൾ ആ സത്തകളെല്ലാം യഥാർത്ഥത്തിൽ വ്യാവഹാരിക സത്തയിൽ ആദ്യം മായയുടെ പ്രഭാവം കൊണ്ട് ഉള്ളതാണെന്ന് തോന്നിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഉള്ളതൊന്നു മാത്രമേ ഉള്ളൂ, അത് ഈശ്വരനാണ്. ഇതിനാണ് ഈ സംവാദം ഇവിടെ കൊടുത്തത്. അപ്പം ഈശ്വരൻ്റെ അസ്തിത്വത്തെ വ്യാവഹാരികമായിരിക്കുന്ന ബോധത്തിൽ കാണാൻ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഈശ്വര സ്വരൂപം തന്നെയാണ് നമ്മളും, അതിൻ്റെ അംശം തന്നെയാണ് ഈ പ്രപഞ്ചവും. ഇവിടെ പ്രപഞ്ചത്തെയും ഈശ്വരനെയും ബന്ധിപ്പിക്കുന്ന ഈ ഘടകം, അത് ആത്മമായയുടെ പ്രഭാവം കൊണ്ട് ജഗത്ത് സൃഷ്ടിച്ചു. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടാത്ത ഭഗവാൻ ആത്മമായയുടെ പ്രഭാവം കൊണ്ട് ജഗത്തിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അങ്ങനെ ഉണ്ടോ എന്നൊക്കെ തോന്നാം. അത് വ്യാവഹാരിക തലത്തിലെടുത്താൽ വിഷമമില്ല. കാരണം എന്താണ്, അവിടെ എങ്ങനെയാ ഈ സമ്പ്രദായത്തിലേക്ക് വന്നു വെച്ചാൽ ഗുണത്തിനും കാലത്തിനും അധീനമായിരിക്കുന്ന മഹത്വത്വത്തിന് ശുദ്ധ ചൈതന്യത്തിൻ്റെ ശക്തി ലഭിക്കുകയാണ് എന്നാണ് അവർ പറയുക. അങ്ങനെ ശക്തി ലഭിച്ചിട്ട് അത് ഭഗവത് ഇച്ഛാനുസരണം ജഗത് സൃഷ്ടിയുടെ ധർമ്മങ്ങളായിട്ട് പരിണമിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോഴാണ് വിതുരൻ മൈത്രേയനോട് ചോദിക്കുന്നത്, ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? കേവലം ഈ ചൈതന്യമാത്രവും നിർവികാരനുമായിരിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് ലീലകളുടെ സംബന്ധം ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക? അതുപോലെ ഭഗവാന് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തിനാ ഭഗവാൻ ഇത്തരം ലീലകൾ എടുത്തത് എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് പിന്നീടുള്ള ആ പ്രകരണങ്ങൾ ഭാഗവതത്തിൽ സൃഷ്ടിപ്രകരണങ്ങളായിട്ട് മുന്നോട്ട് വെച്ച് നമ്മളെ വരാഹമൂർത്തിയുടെ അവതാര തലത്തിലേക്ക് കാലവും ദേശവും അടക്കമുള്ള തത്വദീക്ഷകളിലൂടെ കൊണ്ടുവന്ന് ഭാഗവതം മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ സമയം എന്നോട് പറഞ്ഞത് 11 മണി വരെയാണ്. ഞാൻ തിരുമേനിയെ കാണാതിരുന്നുകൊണ്ടാണ് ഒരു 7 മിനിറ്റ് എടുത്തത്. മഹാത്മാക്കളുടെ സമയം അപഹരിക്കാൻ പാടില്ല എന്നാണ്, ബ്രഹ്മവത്യാഭാവ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഏതായാലും നമുക്ക് പ്രിയപ്പെട്ട തിരുമേനി, അദ്ദേഹം മഹാപണ്ഡിതനാണ്, വലിയ ഒരു ശ്രീവിദ്യോപാസകനൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തതുപോലെ തന്നെ ശ്രീവിദ്യയുടെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം സകല പുരാണങ്ങളിലും നിഷ്ണാതനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ യജ്ഞങ്ങളൊക്കെ മാരാരിക്കുളം ക്ഷേത്രത്തിൽ മിക്കവാറും വന്ന് കേൾക്കാറുണ്ട്. അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞാനൊരു പ്രഭാഷണമായിട്ടൊന്നുമല്ല ഇവിടെ എനിക്ക് വരാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവകാശമുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ വരുന്നു. തിരുമേനി വിളിക്കുമ്പം അങ്ങനെ വരിക. ഇവിടെ വന്നിട്ട് പ്രഭാഷണം നടത്താനുള്ള ആവതൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഒരു എന്താ പറയുക, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അവർണ്ണനീയമായൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. മാത്രമല്ല, പഴയ അമ്പലപ്പുഴയുടെയും തിരുമേനിയുള്ള കാലത്തും ഗുരുവായൂരപ്പദാസ സ്വാമിയുടെയൊക്കെ ഓർമ്മകളിൽ തന്നെയാണ് നമ്മളെല്ലാവരും, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഊർജം ചെറുതല്ല. ആത്മവിശ്വാസം, കാരണം തിരുമേനി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന അവബോധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും വിതുരമൈത്രേയ സംവാദത്തിൻ്റെ ആദ്യത്തെ ആ വ്യാവഹാരിക തലം വരെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ചാക്ക് നൂലിൻ്റെ കൂടെ ഇനി സ്വർണ്ണ നൂല് ഏച്ച് കെട്ടുന്നത് കണ്ടോളൂ. അപ്പോൾ ഏതായാലും അദ്ദേഹം അത് ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഏതായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ വലിയ പുണ്യം, കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ അമൃത മൊഴികളിലേക്ക് കാതോർക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.